ഹലോ, വെൽക്കം ബാക്ക് ടു ഫിന സ്റ്റഡി റൂം. അപ്പം നമ്മൾ 27ാമത്തെ ക്ലാസ്സാണ് ഇന്നലെ. അപ്പം ഇനി അധിക ഡേയ്സ് ഇല്ല, നമുക്ക് വെറും ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതുവരെ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് നോക്കാം. വൈദ്യുത കാന്തിക പ്രേരണമാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. വൈദ്യുത കാന്തിക പ്രേരണം ഫിസിക്സ് ആണ് കേട്ടോ ഫസ്റ്റായിട്ട് നോക്കാൻ പോകുന്നത്. എന്നത്തെയും പോലെ തന്നെ ഇന്ന് നമ്മൾ ഫിസിക്സ് ആണ് ഫസ്റ്റായിട്ട് നോക്കാൻ പോകുന്നത്. കാന്തിക ഫ്ലക്സിൻ്റെ ഒരു യൂണിറ്റ് പരപ്പളവിൽ കൂടി കടന്നു പോകുന്ന കാന്തിക മണ്ഡലത്തിൻ്റെ അളവ്, അതാണ് കാന്തിക ഫ്ലക്സിന് മാറ്റം വരുമ്പോൾ വൈദ്യുത പ്രേരിതമാകുന്ന പ്രതിഭാസം എന്ന് പറയുന്നത് വൈദ്യുത കാന്തിക പ്രേരണമാണ്. കാന്തിക ഫ്ലക്സിന് മാറ്റം വരുമ്പോൾ വൈദ്യുതി പ്രേരിതമാകുന്ന പ്രതിഭാസത്തെ വൈദ്യുത കാന്തിക പ്രേരണം എന്നാണ് പറയുന്നത്. അപ്പം കാന്തിക ഫ്ലക്സിന് മാറ്റം വരുമ്പോൾ വൈദ്യുതി പ്രേരിതമാകുന്ന പ്രതിഭാസമാണ് വൈദ്യുത കാന്തിക പ്രേരണം. വൈദ്യുത കാന്തിക പ്രേരണം മൂലമുണ്ടാകുന്ന വൈദ്യുതിയാണ് പ്രേരിത വൈദ്യുതി. വൈദ്യുത കാന്തിക പ്രേരണം മൂലമുണ്ടാകുന്ന വൈദ്യുതിയെ പ്രേരിത വൈദ്യുതി എന്ന് പറയുന്നു. പ്രേരിത വൈദ്യുതിയുടെ വോൾട്ടത പ്രേരിത EMF ആണ്. പ്രേരിത വൈദ്യുതിയുടെ വോൾട്ടത എന്ന് പറയുന്നത് പ്രേരിത EMF ആണ്. വൈദ്യുത കാന്തിക പ്രേരണ തത്വം അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഉപകരണങ്ങളാണ് ഇൻഡക്ഷൻ കോയിൽ, ഡൈനാമോ, ജനറേറ്റർ, ട്രാൻസ്ഫോമർ, മൈക്രോഫോൺ. കാന്തിക ശക്തി ഉപയോഗിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാമെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാണ് മൈക്കൽ ഫാരഡെ. കാന്തിക ശക്തി ഉപയോഗിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാമെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാണ് മൈക്കൽ ഫാരഡെ. വൈദ്യുത കാന്തിക പ്രേരണ തത്വം ആവിഷ്കരിച്ചത് മൈക്കൽ ഫാരഡെയാണ്. ഡൈനാമോ കണ്ടുപിടിച്ചത് മൈക്കൽ ഫാരഡെയാണ്. വൈദ്യുത കാന്തിക തരംഗ സിദ്ധാന്തം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ജെയിംസ് ക്ലർക്ക് മാക്സ്വെൽ ആണ് വൈദ്യുത കാന്തിക തരംഗ സിദ്ധാന്തം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ. ഇനി മൈക്കൽ ഫാരഡെ നോക്കാം. കാന്തിക മണ്ഡലത്തിൻ്റെ ഒരു കമ്പി വെച്ച് അതിലൂടെ വൈദ്യുതി പ്രവഹിപ്പിച്ചാൽ കമ്പി ചലിക്കുമെന്ന് തെളിയിച്ച ശാസ്ത്രജ്ഞനാണ് മൈക്കൽ ഫാരഡെ. കാന്തിക മണ്ഡലത്തിൽ ഒരു കമ്പി വെച്ചിട്ട് അതിലൂടെ വൈദ്യുതി പ്രവഹിച്ചാൽ കമ്പി ചലിക്കുമെന്ന് തെളിയിച്ച ശാസ്ത്രജ്ഞനാണ് മൈക്കൽ ഫാരഡെ. 1831 നടത്തിയ പരീക്ഷണ പരമ്പരകളിലൂടെ കാന്തശക്തി ഉപയോഗിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാമെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാണ്. 1831 നടത്തിയ പരീക്ഷണ പരമ്പരകളിലൂടെ കാന്തശക്തി ഉപയോഗിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാമെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാണ് മൈക്കൽ ഫാരഡെ. വൈദ്യുതിയുടെ പിതാവെന്ന് അറിയപ്പെടുന്നത് മൈക്കൽ ഫാരഡെയാണ്. ആരാണ്? മൈക്കൽ ഫാരഡെയാണ്. മൈക്കൽ ഫാരഡെ തൻ്റെ ആദ്യത്തെ കണ്ടുപിടുത്തം നടത്തിയ വർഷം 1821. ഇലക്ട്രിക് ഓസിലേഷൻ കണ്ടുപിടിച്ചത് ഹെൻറിച്ച് ഹെഡ്സ് ആണ്. ഇലക്ട്രിക് ഓസിലേഷൻ കണ്ടുപിടിച്ചത് ആരാണ്? ഹെൻറിച്ച് ഹെഡ്സ് ആണ്. ഇനി കാന്തിക മണ്ഡലത്തിൽ ഒരു ചാലകം ചലിക്കുമ്പോൾ അതിലുണ്ടാകുന്ന പ്രേരിത വൈദ്യുതിയുടെ ദിശ എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാണ് ജോൺ ആംബ്രോസ് ഫ്ലെമിംഗ്. കാന്തിക മണ്ഡലത്തിൻ്റെ ഒരു ചാലകം ചലിക്കുമ്പോൾ അതിലുണ്ടാകുന്ന പ്രേരിത വൈദ്യുതിയുടെ ദിശ എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആരാണെന്ന് ചോദിച്ചാൽ അത് ജോൺ ആംബ്രോസ് ഫ്ലെമിംഗ് ആണ്. ജൈവ വൈദ്യുതി കണ്ടുപിടിച്ചത് ലിയൂഗി ഗാൽവാനിയാണ്. പ്രേരിത EMF സ്വാധീനിക്കുന്ന ഘടകങ്ങൾ: ചുറ്റുകളുടെ എണ്ണം, കാന്തിക ശക്തി, കാന്തത്തിൻ്റെ സോളിനോയിഡിൻ്റെ ചലന വേഗത. പ്രേരിത EMFനെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് ചുറ്റുകളുടെ എണ്ണവും കാന്തിക ശക്തിയും കാന്തത്തിൻ്റെ സോളിനോയിഡിൻ്റെ ചലന വേഗതയും. വൈദ്യുത കാന്തിക പ്രേരണത്തിൻ്റെ ഫലമായി ഉണ്ടാകുന്ന വൈദ്യുത പ്രവാഹത്തിൻ്റെ ദിശ ആശ്രയിച്ചിരിക്കുന്ന ഘടകങ്ങളാണ് കാന്തിക ഘടകത്തിൻ്റെ ദിശ, ചാലകത്തിൻ്റെ ദിശ, പ്രേരിത വൈദ്യുതിയുടെ ദിശ. അപ്പോൾ വൈദ്യുത കാന്തിക പ്രേരണത്തിൻ്റെ ഫലമായി ഉണ്ടാകുന്ന വൈദ്യുത പ്രവാഹത്തിൻ്റെ ദിശ ആശ്രയിച്ചിരിക്കുന്ന ഘടകങ്ങളാണ് കാന്തിക മണ്ഡലത്തിൻ്റെ ദിശയും ചാലകത്തിൻ്റെ ദിശയും പ്രേരിത വൈദ്യുതിയുടെ ദിശയും. ഫ്ലെമിങ്ങിൻ്റെ വലത് കൈ നിയമം നമുക്ക് നോക്കാം. ഒരു ചാലകത്തെ കാന്തിക മണ്ഡലത്തിന് ലംബമായിട്ട് ചലിപ്പിക്കുന്നുവെന്ന് കരുതുക. വലതുകൈ തള്ളവിരൽ, ചൂണ്ടുവിരൽ, നടുവിരൽ എന്നിവ ഓരോന്നും പരസ്പരം ലംബമായിട്ട് വരത്തക്ക വിധം നിർത്തുക. അപ്പം അവിടെ പിക്ചർ ഇല്ലേ, അത് നോക്കുക കേട്ടോ. ഇതിൽ ചൂണ്ടുവിരൽ കാന്തിക മണ്ഡലത്തിൻ്റെ ദിശയെയും തള്ളവിരൽ ചാലകത്തിൻ്റെ ചലന ദിശയെയും സൂചിപ്പിക്കുന്നുവെങ്കിൽ നടുവിരൽ പ്രേരിത വൈദ്യുതിയുടെ ദിശയെ കുറിക്കുന്നു. ചാലകത്തിൻ്റെ ചലന ദിശ തള്ളവിരൽ, കാന്തിക മണ്ഡലത്തിൻ്റെ ദിശയാണെങ്കിലോ ചൂണ്ടുവിരലാണ്, വൈദ്യുത പ്രവാഹ ദിശയാണെങ്കിലോ താഴേക്ക് അല്ലേ. അപ്പം ഇനി നേർധാരാ വൈദ്യുതി DC. നേർധാരാ വൈദ്യുതി എന്ന് പറഞ്ഞത് ഏതാണ്? DC ആണ്. പ്രത്യാവർത്തി ധാരാ വൈദ്യുതി ആണെങ്കിൽ അത് AC യുമാണ്.
ഇത് നോക്കാം. തുടർച്ചയായിട്ട് ഒരേ ദിശയിൽ പ്രവഹിക്കുന്ന വൈദ്യുതിയാണ് നേർധാരാ വൈദ്യുതി. നേർധാരാ വൈദ്യുതി എന്ന് പറയുന്നത് തുടർച്ചയായിട്ട് ഒരേ ദിശയിൽ പ്രവഹിക്കുന്ന വൈദ്യുതിയാണ്. ക്രമമായ ഇടവേളകളിൽ തുടർച്ചയായിട്ട് ദിശ മാറിക്കൊണ്ടിരിക്കുന്ന വൈദ്യുതിയാണ് പ്രത്യാവർത്തി ധാരാവൈദ്യുതി. ക്രമമായിട്ടുള്ള ഇടവേളകളിൽ തുടർച്ചയായിട്ട് ദിശ മാറിക്കൊണ്ടിരിക്കുന്ന വൈദ്യുതിയാണ് പ്രത്യാവർത്തി ധാരാവൈദ്യുതി. കാന്തത്തിൻ്റെയോ കമ്പിച്ചുരുളിൻ്റെയോ ചലനം മൂലം തുടർച്ചയായി വൈദ്യുതി ലഭ്യമാകുന്ന ഉപകരണങ്ങളാണ് ജനറേറ്റർ, ഡൈനാമോ. കാന്തത്തിൻ്റെയോ കമ്പിച്ചുരുളിൻ്റെയോ ചലനം മൂലം തുടർച്ചയായിട്ട് വൈദ്യുതി ലഭ്യമാകുന്ന ഉപകരണങ്ങളാണ് ജനറേറ്ററും ഡൈനാമോയും. ജനറേറ്ററുകളിൽ കാന്തത്തെയോ കമ്പിച്ചുരുളിനെയോ തുടർച്ചയായി ചലിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഊർജ്ജമാണ് യാന്ത്രികോർജ്ജം. യാന്ത്രികോർജ്ജം എന്ന് പറയുന്നത് ജനറേറ്ററുകളിൽ കാന്തത്തെയോ കമ്പിച്ചുരുളിനെയോ തുടർച്ചയായിട്ട് ചലിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഊർജ്ജമാണ് യാന്ത്രികോർജ്ജം. ജനറേറ്ററുകളിൽ നടക്കുന്ന ഊർജ്ജമാറ്റം യാന്ത്രികോർജ്ജം വൈദ്യുതോർജ്ജമായിട്ടാണ് മാറുന്നത്. യാന്ത്രികോർജ്ജം വൈദ്യുതോർജ്ജമായി മാറുന്നത് ജനറേറ്ററുകളിൽ. വൈദ്യുത കാന്തിക പ്രേരണം പ്രയോജനപ്പെടുത്തി യാന്ത്രികോർജ്ജത്തെ വൈദ്യുതോർജ്ജമാക്കി മാറ്റുന്ന ഉപകരണമാണ് ജനറേറ്റർ. ജനറേറ്റർ എന്ന് പറയുന്നത് വൈദ്യുത കാന്തിക പ്രേരണം പ്രയോജനപ്പെടുത്തിയിട്ടാണ് യാന്ത്രികോർജ്ജത്തെ വൈദ്യുതോർജ്ജമാക്കി മാറ്റുന്നു. പ്രത്യാവർത്തി ധാരാവൈദ്യുതി AC ഉൽപ്പാദിപ്പിക്കുന്ന ജനറേറ്റർ AC ജനറേറ്ററാണ്. ആർമർച്ചർ കോയിലിൻ്റെ ഒരു പൂർണ്ണ ഭ്രമണത്തിനെടുക്കുന്ന സമയം എന്ന് പറയുന്നത് പീരീഡ് T ആണ്. അർദ്ധഭ്രമണം അഥവാ 180 ഡിഗ്രി തിരിയാനെടുക്കുന്ന സമയം T/2 ആണ്. AC ജനറേറ്ററിൻ്റെ ആർമച്ചർ ആദ്യ അർദ്ധഭ്രമണത്തിൽ ഒരു ദിശയിൽ ഉൽപ്പാദിപ്പിക്കുന്ന പ്രേരിത വൈദ്യുതിയും അടുത്ത അർദ്ധഭ്രമണത്തിൽ വിപരീത ദിശയിൽ ഉൽപ്പാദിപ്പിക്കുന്ന പ്രേരിത വൈദ്യുതിയും ചേർന്നാൽ ലഭിക്കുന്നത് ACയുടെ ഒരു പരിവൃത്തിയാണ്. ഇനി ജനറേറ്ററിൻ്റെ ഭാഗങ്ങൾ നോക്കാം. ജനറേറ്ററിൽ കാന്തിക ഫ്ലക്സ് സൃഷ്ടിക്കുന്ന കാന്തം ഫീൽഡ് കാന്തമാണ്. ജനറേറ്ററിൽ കാന്തിക ഫ്ലക്സ് സൃഷ്ടിക്കുന്ന കാന്തം ഫീൽഡ് കാന്തമാണ്. ഒരു പച്ചിരുമ്പ് കോറിൽ കവചിത ചാലക കമ്പി ചുറ്റിയെടുത്ത ക്രമീകരണമാണ് ആർമേച്ചർ. ഒരു പച്ചിരുമ്പ് കോറിൽ കവചിത ചാലക കമ്പി ചുറ്റിയെടുത്ത ക്രമീകരണമാണ് ആർമേച്ചർ. ഇതിനെ ഒരു അക്ഷത്തെ ആധാരമാക്കി കറക്കാൻ കഴിയും. ആർമേച്ചറിനൊപ്പം അതേ അക്ഷത്തെ ആധാരമാക്കി കറക്കുന്ന ആർമേച്ചർ ടെർമിനലുമായി വിളക്കി ചേർത്ത പൂർണ്ണ വളയങ്ങളാണ് സ്ലിപ്പ് റിങ്സ്. സ്ലിപ്പ് റിങ്സ് എന്ന് പറയുന്നത് ആർമേച്ചറിനൊപ്പം അതേ അക്ഷത്തെ ആധാരമാക്കി കറങ്ങുന്ന ആർമേച്ചർ കോയിലുമായി വിളക്കി ചേർത്ത പൂർണ്ണ വളയങ്ങളാണ് സ്ലിപ്പ് റിങ്സ്. സ്ലിപ്പ് റിങ്സുമായി സാധാ സ്പർശിച്ചുകൊണ്ടിരിക്കുന്ന ക്രമീകരണമാണ് ബ്രഷ്. സ്ലിപ്പ് റിങ്സുമായിട്ട് സാധാ സ്പർശിച്ചുകൊണ്ടിരിക്കുന്ന ക്രമീകരണം ഏതാണെന്ന് ചോദിച്ചാൽ അത് ബ്രഷാണ്. ബാഹ്യ സർക്യൂട്ടിലേക്ക് വൈദ്യുതി പ്രവഹിക്കുന്നത് ബ്രഷിലൂടെയാണ്. ബാഹ്യ സർക്യൂട്ടിലേക്ക് വൈദ്യുതി പ്രവഹിക്കുന്നത് ബ്രഷിലൂടെ. ഒരു സെക്കൻഡിൽ പരിവൃത്തികളുടെ എണ്ണമാണ് ACയുടെ ആവൃത്തി. ഒരു സെക്കൻഡിലെ പരിവൃത്തികളുടെ എണ്ണം ആണ് ACയുടെ ആവൃത്തി എന്ന് പറയുന്നത്. സ്ലിപ്പ് റിങ്ങുകൾ ബ്രഷുമായി ഉരസി സ്പാർക്ക് ഉണ്ടാകുന്നതിനാൽ AC ജനറേറ്ററുകളിൽ കാന്തമാണ് കറക്കുന്നത്. സ്ലിപ്പ് റിങ്ങുകൾ ബ്രഷുമായി ഉരസി സ്പാർക്ക് ഉണ്ടാക്കുന്നതിനാൽ AC ജനറേറ്ററുകളിൽ കാന്തമാണ് കറക്കുന്നത്. ജനറേറ്റർ പ്രവർത്തിപ്പിക്കാൻ ആവശ്യമായ യാന്ത്രികോർജ്ജം ഉപയോഗിക്കുന്നത് ഡീസൽ, പെട്രോൾ എഞ്ചിൻ കണക്കെട്ടിലെ ജലം. ജനറേറ്റർ പ്രവർത്തിക്കാൻ ആവശ്യമായ യാന്ത്രികോർജ്ജം ഉപയോഗിക്കുന്നത് ഡീസൽ, പെട്രോൾ എഞ്ചിനുകൾ അണക്കെട്ടിലെ ജലം. ജനറേറ്ററിലെ സ്ലിപ്പ് റിങ്ങിന് പകരം സ്പ്ലിറ്റ് റിങ് കമ്മ്യൂട്ടേറ്റർ സംവിധാനം ഉപയോഗിക്കുകയാണെങ്കിൽ അത്തരം ജനറേറ്ററിൽ നിന്നും ലഭിക്കുന്ന വൈദ്യുതി DC ആയിരിക്കും. ജനറേറ്ററിലെ സ്ലിപ്പ് റിങ്ങിനു പകരം സ്പ്ലിറ്റ് റിങ് കമ്മ്യൂട്ടേറ്റർ സംവിധാനം ഉപയോഗിക്കുകയാണെങ്കിൽ അത്തരം ജനറേറ്ററിൽ നിന്നും ലഭിക്കുന്ന വൈദ്യുതി DC ആണ്. DC ജനറേറ്ററിൽ ആദ്യത്തെ ബ്രഷ് എല്ലായ്പ്പോഴും കാന്തിക മണ്ഡലത്തിന് മുകളിലേക്ക് ചലിക്കുന്ന ആർമേച്ചർ ഭാഗമായും രണ്ടാമത്തെ ബ്രഷ് എപ്പോഴും താഴേക്ക് ചലിക്കുന്ന ആർമേച്ചർ ഭാഗമായും ബന്ധപ്പെട്ടിരിക്കുന്നു. തൽഫലമായി ആർമേച്ചർ കറങ്ങുമ്പോൾ AC ഉണ്ടാകുമെങ്കിലും ബാഹ്യ സർക്യൂട്ടിൽ DC ആണ് ലഭിക്കുക. അത്തരം ജനറേറ്ററുകളാണ് DC ജനറേറ്റർ. ഇനി ഒരു ചെറിയ DC ജനറേറ്ററിൻ്റെ ഔട്ട്പുട്ടിൽ ഗാൽവനോമീറ്റർ ഘടിപ്പിച്ച് ആർമേച്ചർ തുടങ്ങിയവയായി കറക്കുമ്പോൾ ലഭിക്കുന്ന വൈദ്യുതിയുടെ ദിശ മാറുന്നില്ല എന്നും ഏറ്റക്കുറച്ചിലുള്ള വൈദ്യുതിയാണ് ലഭിക്കുന്നതെന്നും മനസ്സിലാക്കാൻ സാധിക്കും. ഇനി സിംഗിൾ ഫേസ് ജനറേറ്ററും 3 ഫേസ് ജനറേറ്ററും ആണ് നോക്കുന്നത്. ഫീൽഡ് കാന്തത്തിൻ്റെ ധ്രുവങ്ങൾക്കിടയിൽ ഒരു സെറ്റ് കമ്പിച്ചുരുൾ മാത്രമുള്ള ജനറേറ്ററാണ് സിംഗിൾ ഫേസ് ജനറേറ്റർ. ഫീൽഡ് കാന്തത്തിൻ്റെ ധ്രുവങ്ങൾക്കിടയിൽ ഒരു സെറ്റ് കമ്പിച്ചുരുളുള്ള ജനറേറ്ററിനെയാണ് സിംഗിൾ ഫേസ് ജനറേറ്റർ എന്ന് പറയുന്നത്. വൻതോതിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിൽ ഉപയോഗിക്കുന്നത് 3 ഫേസ് ജനറേറ്ററാണ്. പവർ ജനറേറ്ററുകളിൽ ഫീൽഡ് കാന്തത്തിൻ്റെ ചുറ്റുമായി 120 ഡിഗ്രി കോൺ വ്യത്യാസമുള്ള ആർമേച്ചറുകളുടെ എണ്ണം 3 ആയിരിക്കും. ഫീൽഡ് കാന്തം കറക്കുമ്പോൾ 3 ആർമേച്ചറുകളും ഒരേ സമയം ഉൽപ്പാദിപ്പിക്കുന്നത് 3 വ്യത്യസ്ത ഫേസിലുള്ള AC വൈദ്യുതിയാണ്. ഓരോ ആർമേച്ചറിലും ഏറ്റവും കൂടിയ EMFും ഏറ്റവും കുറഞ്ഞ EMFും ഉണ്ടാകുന്ന പല സമയങ്ങളിലാണ്. ഇത്തരം ജനറേറ്ററുകളാണ് 3 ഫേസ് ജനറേറ്ററുകൾ.
ഇനി അടുത്തതായിട്ട് ഗാൽവനോമീറ്റർ എന്താണെന്നാണ് നോക്കാൻ പോകുന്നത്. ഒരു സർക്യൂട്ടിൽ നേരിയ കറണ്ടിൻ്റെ സാന്നിധ്യവും ദിശയും മനസ്സിലാക്കാനുള്ള ഉപകരണമാണ് ഗാൽവനോമീറ്റർ. ഗാൽവനോമീറ്റർ എന്ന് പറഞ്ഞാൽ ഒരു സർക്യൂട്ടിലെ നേരിയ കറണ്ടിൻ്റെ സാന്നിധ്യവും ദിശയും മനസ്സിലാക്കാനുള്ള ഉപകരണം. ഗാൽവനോമീറ്ററിൻ്റെ സൂചി സ്ഥിതി ചെയ്യുന്ന മധ്യഭാഗത്തുള്ള പൂജ്യത്തിലാണ്. ഗാൽവനോമീറ്ററിൻ്റെ സൂചി സ്ഥിതി ചെയ്യുന്നത് മധ്യഭാഗത്തുള്ള പൂജ്യത്തിലാണ്. ഗാൽവനോമീറ്ററിൽ വൈദ്യുതി പ്രവഹിക്കുമ്പോൾ കറണ്ടിൻ്റെ ദിശയ്ക്ക് അനുസരിച്ച് സൂചി വലത്തോട്ടോ ഇടത്തോട്ടോ വിഭ്രംശിക്കുന്നു. കറണ്ടിൻ്റെ അളവ് കൂടുമ്പോൾ ഗാൽവനോമീറ്ററിലെ സൂചിയുടെ വിഭ്രംശവും കൂടുന്നു. മ്യൂച്വൽ ഇൻഡക്ഷൻ ആണ് അടുത്തത്. സമീപസ്ഥങ്ങളിലായി സ്ഥിതി ചെയ്യുന്ന രണ്ട് കമ്പി ചുരുളുകളിൽ ഒന്നിൻ്റെ വൈദ്യുത പ്രവാഹ തീവ്രതയിലോ ദിശയിലോ മാറ്റമുണ്ടാകുമ്പോൾ അതിനു ചുറ്റുമുള്ള കാന്തിക ഫ്ലക്സിന് മാറ്റമുണ്ടാകുന്നു. അതിൻ്റെ ഫലമായി രണ്ടാമത്തെ കമ്പി ചുരുളും ഒരു EMF പ്രേരിതമാകുന്ന പ്രതിഭാസമാണ് മ്യൂച്വൽ ഇൻഡക്ഷൻ. ഏത് കോയിലിലാണോ വൈദ്യുതി നൽകുന്നത് അതാണ് പ്രൈമറി കോയിൽ. ഏത് കോയിലാണോ വൈദ്യുതി നൽകുന്നത് അതിനെ പ്രൈമറി കോയിൽ എന്ന് വിളിക്കുന്നു. ഏത് കോയിലാണോ വൈദ്യുതി പ്രേരിതമാകുന്നത് അതാണ് സെക്കൻഡറി കോയിൽ. പ്രൈമറിയിലേതിനേക്കാൾ സെക്കൻഡറിയിലെ ചുറ്റുകളുടെ എണ്ണം കൂട്ടുമ്പോൾ ബൾബിൻ്റെ പ്രകാശ തീവ്രത കൂടുകയും പ്രൈമറിയിലേതിനേക്കാൾ സെക്കൻഡറിയിലെ ചുറ്റുകളുടെ എണ്ണം കുറയ്ക്കുമ്പോൾ ബൾബിൻ്റെ പ്രകാശ തീവ്രത കുറയുകയും ചെയ്യുന്നു. സ്പ്രിങ് ആകൃതിയിലുള്ള ചുറ്റിയെടുത്ത ഒരു ചാലക കമ്പി ചുരുളാണ് സോളിനോയിഡ് എന്ന് പറയുന്നത്. സോളിനോയിഡ് എന്ന് പറയുന്നത് എന്താണ്? സ്പ്രിങ് ആകൃതിയിൽ ചുറ്റിയെടുത്ത ഒരു ചാലക കമ്പി ചുരുളാണ്. കാന്തം സോളിനോയിഡിനടുത്തേക്ക് ചലിപ്പിക്കുമ്പോൾ വൈദ്യുത പ്രവാഹം ഉണ്ടാകുന്നു. കാന്തം സോളിനോയിഡിനടുത്തേക്ക് ചലിപ്പിക്കുമ്പോൾ വൈദ്യുത പ്രവാഹം ഉണ്ടാകുന്നു. സോളിനോയിഡിലെ ചുറ്റുകളുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച് വൈദ്യുതിയുടെ അളവ് കൂടുന്നു. സോളിനോയിഡിലെ ചുറ്റുകളുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച് വൈദ്യുതിയുടെ അളവ് കൂടുന്നു. കാന്തത്തെ സോളിനോയിഡിനോട് അടുപ്പിക്കുമ്പോൾ സോളിനോയിഡുമായി ബന്ധപ്പെട്ടിരിക്കുന്ന കാന്തിക ഫ്ലക്സ് കൂടുന്നു. അപ്പോൾ കാന്തത്തെ സോളിനോയിഡിനോട് അടുപ്പിക്കുമ്പോൾ സോളിനോയിഡുമായി ബന്ധപ്പെട്ടിരിക്കുന്ന കാന്തിക ഫ്ലക്സ് കൂടുകയാണ് ചെയ്യുന്നത്. കാന്തത്തെ സോളിനോയിഡിൽ നിന്നും അകറ്റുമ്പോൾ സോളിനോയിഡുമായി ബന്ധപ്പെട്ടിരിക്കുന്ന കാന്തിക ഫ്ലക്സ് കുറയുന്നു. ഒരു കാന്തം സോളിനോയിഡിനടുത്തേക്ക് ചലിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന വൈദ്യുത പ്രവാഹം ആശ്രയിച്ചിരിക്കുന്നത് ചുറ്റുകളുടെ എണ്ണം, കാന്തത്തിൻ്റെ ശക്തി, സോളിനോയിഡിൻ്റെ അഥവാ കാന്തത്തിൻ്റെ ചലനവേഗത. ചുറ്റുകളുടെ എണ്ണം, കാന്തത്തിൻ്റെ ശക്തി, സോളിനോയിഡിൻ്റെ അഥവാ കാന്തത്തിൻ്റെ ചലനവേഗത. ഇനി അടുത്തതായിട്ട് നമ്മൾ കെമിസ്ട്രിയിലെ അലോഹ സംയുക്തങ്ങൾ എന്നുള്ള ഭാഗമാണ് പഠിക്കാൻ പോകുന്നത്. അലോഹ സംയുക്തങ്ങൾ. ലോഹങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അലോഹങ്ങൾ നോക്കാം. രാസപ്രവർത്തനങ്ങളിൽ ഇലക്ട്രോൺ സ്വീകരിക്കുന്ന മൂലകങ്ങളാണ് അലോഹങ്ങൾ. ജലം, വായു, ആഹാര പദാർത്ഥങ്ങൾ എന്നിവയിലെ പ്രധാന ഘടക മൂലകങ്ങളാണ് അലോഹങ്ങൾ. ഏറ്റവും സാന്ദ്രത കൂടിയ അലോഹമാണ് അയഡിൻ. ഏറ്റവും സാന്ദ്രത കുറഞ്ഞ അലോഹമാണെങ്കിൽ ഹൈഡ്രജൻ ആണ്. ഏറ്റവും സാന്ദ്രത കുറഞ്ഞ അലോഹം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഹൈഡ്രജൻ ആണ്. ഏറ്റവും സാന്ദ്രത കൂടിയതാണെങ്കിൽ അത് അയഡിൻ ആണ്. ഇനി ദ്രാവകാവസ്ഥയിൽ കാണപ്പെടുന്ന അലോഹമാണ് ബ്രോമിൻ. ദ്രാവകാവസ്ഥയിൽ കാണപ്പെടുന്ന അലോഹം ഏതാണെന്ന് ചോദിച്ചാൽ അത് ബ്രോമിൻ ആണ്. മറക്കരുത്, ബ്രോമിനാണ്. പ്രധാനപ്പെട്ട അലോഹ മൂലകങ്ങളാണ് കാർബൺ, സൾഫർ, ഫോസ്ഫറസ്, ആലജനുകൾ, അതുപോലെ തന്നെ അലസവാതകങ്ങൾ എന്നിവ. എല്ലാ വാതകങ്ങളും അലോഹങ്ങളാണ്. കാർബൺ നോക്കാം. ജീവന്റെ അടിസ്ഥാന മൂലകം ഏതാണെന്ന് ചോദിച്ചാൽ അത് കാർബൺ ആണ്. ജീവന്റെ അടിസ്ഥാന മൂലകം കാർബൺ ആണ്. കാർബൺ ആറ്റത്തിന്റെ സംയോജകത 4 ആണ്. വസ്തുക്കൾ കത്തുമ്പോൾ കറുത്ത പുക ഉണ്ടാകുന്നതിന് കാരണമായ മൂലകം ഏതാണെന്ന് ചോദിച്ചാൽ അത് കാർബൺ ആണ്. കാർബണിന്റെ പ്രധാന സംയുക്തങ്ങളാണ് കാർബൺ ഡൈ ഓക്സൈഡ്, കാർബണേറ്റുകൾ, ബൈകാർബണേറ്റുകൾ. ഇനി വസ്തുക്കളുടെ ഭാഗിക ജ്വലനം മൂലമുണ്ടാകുന്ന വാതകമാണ് കാർബൺ മോണോക്സൈഡ്. കാർബൺ ഡൈ ഓക്സൈഡ് ജലത്തിൽ ലയിച്ചുണ്ടാകുന്നതാണ് കാർബോണിക് ആസിഡ്. സോഡാജലം. അഗ്നിശമനികളായി ഉപയോഗിക്കുന്ന പൈറിൻ രാസവസ്തുവാണ് കാർബൺ ടെട്രാക്ലോറൈഡ്. അഗ്നിശമനിയായിട്ട് ഉപയോഗിക്കുന്ന പൈറിൻ എന്ന രാസവസ്തുവാണ് കാർബൺ ടെട്രാക്ലോറൈഡ്. ദ്രവണാങ്കം കൂടുതലുള്ള മൂലകമാണ് കാർബൺ. 3550 ഡിഗ്രി സെൽഷ്യസ് ആണ്. ദ്രവണാങ്കം കൂടുതലുള്ള ലോഹമാണ് ടങ്സ്റ്റൺ. അപ്പം ദ്രവണാങ്കം കൂടുതലുള്ള മൂലകം ഏതാണെന്ന് ചോദിച്ചാൽ അത് കാർബൺ ആണ്. ദ്രവണാങ്കം കൂടുതലുള്ള ലോഹം ഏതാണെന്ന് ചോദിച്ചാൽ അത് ടങ്സ്റ്റൺ ആണെന്ന് ഓർത്ത് വെക്കുക. ടങ്സ്റ്റൺ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. 3422. ടെക്സ്റ്റ് ബുക്കിലാണെങ്കിൽ
414 അല്ലേ. ഇനി കാർബണിൻ്റെ രൂപാന്തരങ്ങൾ നോക്കാം. ഏറ്റവും കൂടുതൽ രൂപാന്തരം പ്രകടിപ്പിക്കുന്ന മൂലകം കാർബൺ ആണ്. ഏറ്റവും കൂടുതൽ രൂപാന്തരത്വം പ്രകടിപ്പിക്കുന്ന മൂലകം ഏതാണെന്ന് ചോദിച്ചാൽ കാർബൺ ആണ്. കാർബൺ ആറ്റങ്ങൾക്ക് സഹസംയോജന ബന്ധത്തിലൂടെ ചെയിനുകളും റിങ്ങുകളും ഉണ്ടാക്കാനുള്ള കഴിവുണ്ട്. അതാണ് കാറ്റിനേഷൻ. ഇനി കാർബണിൻ്റെ രൂപാന്തരത്തിന് കാരണം കാറ്റിനേഷൻ ആണ്. കാർബണിൻ്റെ വിവിധ രൂപാന്തരങ്ങളാണ് വജ്രം, ഗ്രാഫൈറ്റ്, ഫുള്ളറിന്, ഗ്രാഫീന്, അമോർഫസ് കാർബൺ എന്നിവ. പരലാകൃതി, ക്രിസ്റ്റലാകൃതി കാർബൺ രൂപാന്തരങ്ങളാണ് വജ്രം, ഗ്രാഫൈറ്റ്, ഫുള്ളറിന്, ഗ്രാഫീന്. ഇനി വജ്രമാണ്. കാർബണിൻ്റെ ഏറ്റവും കാഠിന്യമുള്ള രൂപാന്തരം ഏതാണെന്ന് ചോദിച്ചാൽ അത് വജ്രമാണ് ഏറ്റവും കാഠിന്യമുള്ളത്. കാർബണിൻ്റെ ഏറ്റവും ശുദ്ധമായ ക്രിസ്റ്റലീയ രൂപാന്തരം ഏതാണെന്ന് ചോദിച്ചാൽ അത് വജ്രമാണ്. കാർബണിൻ്റെ ഏറ്റവും ശുദ്ധമായ ക്രിസ്റ്റലീയ രൂപാന്തരമാണ് വജ്രം. ഗ്ലാസ് മുറിക്കാൻ ഉപയോഗിക്കുന്ന കാർബണിൻ്റെ രൂപാന്തരമാണ് വജ്രം. വജ്രത്തിൻ്റെ തിളക്കത്തിനുള്ള കാരണം പൂർണ്ണാന്തര പ്രതിഫലനമാണ്. പൂർണ്ണാന്തര പ്രതിഫലനമാണ് വജ്രത്തിൻ്റെ തിളക്കത്തിനുള്ള കാരണം. വജ്രത്തിൻ്റെ കാഠിന്യത്തിനും ഉയർന്ന താപചാലകതയ്ക്കും കാരണം സഹസംയോജക ബന്ധനമാണ്. വജ്രത്തിൻ്റെ കാഠിന്യത്തിനും ഉയർന്ന താപചാലകതയ്ക്കുമുള്ള കാരണം സഹസംയോജക ബന്ധനമാണ്. ഇനി വജ്രം വൈദ്യുതി കടത്തി വിടാത്തതിന് കാരണം വജ്രത്തിൻ്റെ ക്രിസ്റ്റൽ ഘടനയിൽ സ്വതന്ത്ര ഇലക്ട്രോണുകൾ ഇല്ലാത്തതിനാലാണ്. വൈദ്യുതി കടത്തിവിടാത്തതിനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ വജ്രത്തിൻ്റെ ക്രിസ്റ്റൽ ഘടനയിൽ സ്വതന്ത്ര ഇലക്ട്രോണുകൾ ഇല്ലാത്തതിനാൽ. വജ്രം, രത്നം തുടങ്ങിയവയുടെ ഭാരം രേഖപ്പെടുത്തുന്ന യൂണിറ്റാണ് ക്യാരറ്റ്. വജ്രം, രത്നം തുടങ്ങിയവയുടെ ഭാരം രേഖപ്പെടുത്തുന്ന യൂണിറ്റ് ഏതാണെന്ന് ചോദിച്ചാൽ അത് ക്യാരറ്റ് ആണ്. ഇനി രത്നങ്ങളുടെ പഠനമാണ് ജമോളജി. രത്നങ്ങളെക്കുറിച്ചുള്ള പഠനമാണ് ജമോളജി. 100 ക്യാരറ്റോ അതിൽ കൂടുതലോ മൂല്യമുള്ള വജ്രമാണ് പാരഗൺ. 100 ക്യാരറ്റോ അതിൽ കൂടുതലോ മൂല്യമുള്ള വജ്രമാണ് പാരഗൺ. യഥാർത്ഥ വജ്രങ്ങളും കൃത്രിമ വജ്രങ്ങളും തിരിച്ചറിയാൻ ഉപയോഗിക്കുന്ന കിരണമാണ് അൾട്രാവയലറ്റ് കിരണം. യഥാർത്ഥ വജ്രങ്ങളും കൃത്രിമ വജ്രങ്ങളും തിരിച്ചറിയാൻ ഉപയോഗിക്കുന്ന കിരണം ഏതാണെന്ന് ചോദിച്ചാൽ അത് അൾട്രാവയലറ്റ് കിരണമാണ്. കൃത്രിമ വജ്രം കണ്ടെത്തിയത് ഹെൻറി മോയ്സൺ ആണ് കൃത്രിമ വജ്രം കണ്ടെത്തിയത്. ഇന്ത്യയിൽ നിന്നും ലഭിച്ച ഏറ്റവും വലിയ വജ്രമാണ് കോഹിനൂർ. തെലങ്കാനയിലെ ഗോൽക്കൊണ്ട ഖനിയിൽ നിന്നുമാണ് കോഹിനൂർ ലഭിച്ചിട്ടുള്ളത്. പദാർത്ഥങ്ങളുടെ കാഠിന്യം അളക്കാൻ ഉപയോഗിക്കുന്ന സ്കെയിലാണ് മൊഹസ് സ്കെയിൽ എന്ന് പറയുന്നത് പദാർത്ഥങ്ങളുടെ കാഠിന്യം അളക്കാനാണ് മൊഹസ് സ്കെയിൽ. ഭൂമിയുടെ ഏറ്റവും കാഠിന്യമുള്ള പദാർത്ഥം വജ്രമാണ്. ഭൂമിയിലെ ഏറ്റവും കാഠിന്യമുള്ള പദാർത്ഥം വജ്രമാണ്. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കാഠിന്യമുള്ളത് ഏതാണെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. ഭൂമിയിലെ ഏറ്റവും കാഠിന്യമുള്ള രണ്ടാമത്തെ പദാർത്ഥമാണ് കൊറണ്ടം. ഭൂമിയിലെ ഏറ്റവും കാഠിന്യമുള്ള രണ്ടാമത്തേത് ചോദിച്ചാൽ അത് കൊറണ്ടമാണ്. കൊറണ്ടം രാസപരമായി അലുമിനിയം ഓക്സൈഡാണ്. രാസപരമായിട്ട് അലുമിനിയം ഓക്സൈഡിനെയാണ് കൊറണ്ടം എന്ന് പറയുന്നത്. വജ്രത്തിൻ്റെ കാഠിന്യം 10 മൊഹസ് ആണെങ്കിൽ കൊറണ്ടൻ്റെ കാഠിന്യം എന്ന് പറയുന്നത് 9 മൊഹസ് ആണ്. കോഹിനൂർ എന്ന വാക്കിനർത്ഥം പ്രകാശത്തിൻ്റെ പർവ്വതം എന്നാണ് കോഹിനൂർ എന്ന വാക്കിനർത്ഥം. ഇന്നേ വരെ ലഭിച്ചിട്ടുള്ളവയിൽ ഏറ്റവും വലിയ വജ്രമാണ് കുള്ളിനനാണ് ഇന്നേ വരെ ലഭിച്ചിട്ടുള്ളതിൽ ഏറ്റവും വലിയ വജ്രം. ഏറ്റവും വലിയ വജ്രം എന്ന് പറയുന്നത് അത് കുള്ളിനനാണ്. ദക്ഷിണാഫ്രിക്കയിൽ നിന്നാണ് കുള്ളിനൻ വജ്രം ലഭിച്ചത്. ഇനി ഡയമണ്ട്, കൽക്കരി എന്നിവ കത്തിക്കുമ്പോൾ സ്വതന്ത്രമാകുന്ന വാതകം ഏതാണെന്ന് ചോദിച്ചാൽ അത് കാർബൺ ഡൈ ഓക്സൈഡാണ്. ഡയമണ്ട്, കൽക്കരി എന്നിവ കത്തിക്കുമ്പോൾ സ്വതന്ത്രമാകുന്ന വാതകം. വജ്രത്തിന് നീലനിറം നൽകുന്ന മൂലകം ബോറോൺ ആണ്. വജ്രത്തിന് നീല നിറം നൽകുന്നത് ബോറോൺ ആണ്. വജ്രത്തിന് മഞ്ഞ നിറമാണെങ്കിൽ നൈട്രജൻ ആണ്. ഇനി ഗ്രാഫൈറ്റ് ആണ് പഠിക്കാൻ പോകുന്നത്. ഗ്രാഫൈറ്റ് കാർബണിൻ്റെ ഏറ്റവും മൃദുവായ ക്രിസ്റ്റലീയ രൂപാന്തരം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഗ്രാഫൈറ്റ് ആണ്. ഏറ്റവും മൃദുവായ ക്രിസ്റ്റലീയ രൂപാന്തരം. കാർബണിൻ്റെ ഏറ്റവും സ്ഥിരതയുള്ള ക്രിസ്റ്റലീയ രൂപാന്തരമാണ് ഗ്രാഫൈറ്റ്. ഏറ്റവും സ്ഥിരതയുള്ള ക്രിസ്റ്റലീയ രൂപാന്തരവുമാണ് ഏറ്റവും മൃദുവായ ക്രിസ്റ്റലീയ രൂപാന്തരവുമാണ് ഗ്രാഫൈറ്റ് എന്ന പേര് ലഭിച്ചത് എഴുതാൻ കഴിയുന്നത് എന്നർത്ഥമുള്ള ഗ്രാഫീൻ എന്ന ലാറ്റിൻ പദത്തിൽ നിന്നാണ്. ഗ്രാഫൈറ്റിൻ്റെ സവിശേഷതകൾ മിനുസമുള്ളതാണ്, ചാരനിറമുണ്ട്, വൈദ്യുത ചാലകമാണ്, ബാഷ്പീകരണശീലമില്ല. ഏതൊക്കെയാണ്? മിനുസമുള്ളതാണ്, ചാരനിറമുണ്ട്, വൈദ്യുത ചാലകമാണ്, ബാഷ്പീകരണശീലമില്ല. ഗ്രാഫൈറ്റിന് വൈദ്യുത ചാലകത നൽകുന്നത് സഹസംയോജന ബന്ധത്തിൽ ഏർപ്പെടാത്ത ഇലക്ട്രോണുകളുടെ സാന്നിധ്യമാണ്. പാളിയായി കാണപ്പെടുന്ന കാർബണിൻ്റെ ക്രിസ്റ്റലീയ രൂപാന്തരമാണ് ഗ്രാഫൈറ്റ്. ഏതാണെന്ന് ചോദിച്ചാൽ അത് ഗ്രാഫൈറ്റ് ആണ്. പെൻസിലിൽ ലെഡ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന കാർബണിൻ്റെ രൂപാന്തരമാണ് കളിമണ്ണ് ചേർത്ത മിശ്രിതമാണ് ഗ്രാഫൈറ്റ്. വൈദ്യുതി കടത്തിവിടുന്ന കാർബണിൻ്റെ രൂപാന്തരമാണ് ഗ്രാഫൈറ്റ്. വൈദ്യുതി കടത്തിവിടുന്ന കാർബണിൻ്റെ രൂപാന്തരം ഏതാണ്? ഗ്രാഫൈറ്റ് ആണ്. ഗ്രാഫൈറ്റ്
വൈദ്യുത ചാലകമാകാൻ കാരണം സ്വതന്ത്ര ഇലക്ട്രോണുകളുടെ സാന്നിധ്യമാണ്. ഗ്രാഫൈറ്റ് വൈദ്യുത ചാലകമാകാൻ കാരണം. ലോഹത്തിൻ്റെയും അലോഹത്തിൻ്റെയും സ്വഭാവം പ്രകടിപ്പിക്കുന്ന കാർബണിൻ്റെ രൂപാന്തരം ഗ്രാഫൈറ്റ് ആണ്. കാർബണിൻ്റെ രൂപാന്തരമാണ് ഗ്രാഫൈറ്റ്. ന്യൂക്ലിയർ റിയാക്ടറുകളിൽ മോഡറേറ്ററായിട്ട് ന്യൂട്രോണുകളുടെ വേഗത കുറയ്ക്കുവാൻ ഉപയോഗിക്കുന്ന കാർബണിൻ്റെ രൂപാന്തരം ഗ്രാഫൈറ്റ് ആണ്. ഖരാവസ്ഥയിലുള്ള സ്നേഹകമായി ഉപയോഗിക്കുന്ന കാർബൺ രൂപാന്തരമാണ് ഗ്രാഫൈറ്റ്. ഡ്രൈസെല്ലിലെ ഇലക്ട്രോഡുകൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന കാർബൺ രൂപാന്തരം ഗ്രാഫൈറ്റ് ആണ്. ഗ്രാഫൈറ്റ് പാളികൾക്കിടയിൽ കാണപ്പെടുന്ന ഭൗതിക ബലങ്ങളാണ് വാൻഡർ വാൻസ് ബലം എന്നറിയപ്പെടുന്നത് ഗ്രാഫൈറ്റ് പാളികൾക്കിടയിൽ കാണപ്പെടുന്ന ഭൗതിക ബലങ്ങളാണ്. ഗ്രാഫൈറ്റ് ആറ്റത്തിൻ്റെ പാളികൾ തെന്നിമാറാൻ കഴിയുന്നതിന് കാരണം ദുർബലമായ വാൻഡർ വാൻസ് ബലമാണ്. ഇനി അടുത്തതായിട്ട് അമോർഫസ് കാർബൺ ആണ് നോക്കുന്നത്. പരൽ ആകൃതിയില്ലാത്ത കാർബൺ രൂപാന്തരമാണ് അമോർഫസ് കാർബൺ. രൂപാന്തരമാണ് കേട്ടോ അമോർഫസ് കാർബണിൻ്റെ ഉദാഹരണം കോക്ക്, ചിരട്ടക്കരി, പഞ്ചസാരക്കരി, എല്ലുകരി, മരക്കരി എന്നിവയൊക്കെയാണ് അമോർഫസ് കാർബണിൻ്റെ ഉദാഹരണങ്ങൾ. വാതകങ്ങൾ വലിച്ചെടുക്കാൻ കഴിവുള്ള കാർബണിൻ്റെ രൂപാന്തരമാണ് കരിമരക്കരി. ഇനി വായുവിൻ്റെ സാന്നിധ്യമല്ലാതെ തടി ചൂടാക്കി ഉണ്ടാക്കുന്നത് മരക്കരിയാണ്. ഗൺ പൗഡർ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന കാർബണാണ് മരക്കരി. കൽക്കരിയെ വായുവിൻ്റെ സാന്നിധ്യമില്ലാതെ ശക്തമായി ചൂടാക്കുമ്പോൾ കിട്ടുന്ന അമോർഫസ് കാർബണാണ് കോക്ക്. കോക്ക് നല്ലൊരു ഇന്ധനമായും ലോഹ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ നിരോക്സികാരിയായും ഉപയോഗിക്കുന്നു. പെട്രോളിയം ഉൽപ്പന്നത്തിൽ നിന്നും ദുർഗന്ധമുള്ള വാതകങ്ങൾ നീക്കം ചെയ്യാൻ ഉപയോഗിക്കുന്ന കാർബണാണ് ചാർക്കോൾ. വാതകങ്ങൾ നീക്കം ചെയ്യാൻ ഉപയോഗിക്കുന്ന കാർബൺ ചാർക്കോൾ. പഞ്ചസാര ശുദ്ധീകരണത്തിന് ഉപയോഗിക്കുന്ന കാർബണാണ് ചാർക്കോൾ. കൊഴുപ്പിൻ്റെ അംശം നീക്കിയ എല്ല് വായുവിൽ സാന്നിധ്യമില്ലാതെ ചൂടാക്കി ഉണ്ടാക്കുന്നത് ആനിമൽ ചാർക്കോൾ അഥവാ എല്ലുകരി. വായുവിൻ്റെ ടാറ്, എണ്ണ എന്നിവ കത്തി ഉണ്ടാക്കുന്നത് വിളക്കുകരിയാണ്. പെയിൻറ്, ഷൂ പോളിഷ്, അച്ചടി മഷി എന്നിവയുടെ നിർമ്മാണത്തിനും ചെരിപ്പ്, ടയർ എന്നിവ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന റബ്ബറിൻ്റെ ഫില്ലർ ആയും ഉപയോഗിക്കുന്ന കാർബണാണ് വിളക്കുകരി. ചൂടാക്കിയ ഗാഢ സൾഫ്യൂരിക് ആസിഡ് കൊണ്ട് പഞ്ചസാരയെ നിർജ്ജലീകരിക്കുമ്പോൾ ലഭിക്കുന്നത് പഞ്ചസാര കരിയാണ്. അടുത്തതായിട്ട് ഫുള്ളറീൻ ആണ് നോക്കുന്നത്. ഫുള്ളറീൻ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ബക്കി ബോൾസ് എന്നറിയപ്പെടുന്നത് ഫുള്ളറീനാണ്. പഞ്ചഭുജ ആകൃതിയും ഷഡ്ഭുജ ആകൃതിയിലുമുള്ള വലയങ്ങൾ ചേർന്ന പൊള്ളയായ ഗോളീയ രൂപങ്ങൾ കാർബണിൻ്റെ രൂപാന്തരമാണ് ഫുള്ളറീൻ. HW കോട്ടോ, റിച്ചാർഡ് ഈസ്മാലി, RF കേൾ എന്നിവർ ഫുള്ളറീൻ കണ്ടെത്തിയത്. 1996 നോബൽ സമ്മാനം ലഭിച്ചത് ഹീലിയം, ആർഗൺ പോലെയുള്ള വാതകങ്ങളുടെ സാന്നിധ്യത്തിൽ ഗ്രാഫൈറ്റ് ചൂടാക്കി നിർമ്മിക്കുന്നത് ഫുള്ളറീനാണ്. സിലിണ്ടർ ആകൃതിയിലുള്ള ഫുള്ളറീനാണ് ബക്കി ട്യൂബ്സ് എന്ന് പറയുന്നത് സിലിണ്ടർ ആകൃതിയിലുള്ള ഫുള്ളറീനാണ്. കാർബൺ നാനോ ട്യൂബുകളായി ഉപയോഗിക്കുന്ന ഫുള്ളറീൻ ബക്കി ട്യൂബ്സ് ആണ്. ഗോളാകൃതിയിലുള്ള ഫുള്ളറീനാണ് ബക്ക് മിനിസ്റ്റർ ഫുള്ളറീൻ, ബക്കി ബോൾസ്. ഇനി ഗ്രാഫീനാണ്. കാർബണിൻ്റെ ഏറ്റവും പുതുതായി കണ്ടുപിടിക്കപ്പെട്ട രൂപാന്തരമാണ് ഗ്രാഫീനാണ്. ദ്വിമാന ഷഡ്ഭുജ ആകൃതിയിലുള്ള കാർബൺ വലയങ്ങൾ ചേർന്ന പാളിയാണ് ഗ്രാഫീന്. ഗ്രാഫൈറ്റിൻ്റെ ഒരു പാളിക്ക് സമാനമായത് ഒരു ഗ്രാഫീനാണ്. സ്റ്റീലിനേക്കാൾ ഏകദേശം 200 മടങ്ങ്. അടുത്തത് നമ്മൾ ബയോളജിയാണ് കേട്ടോ പഠിക്കാൻ പോകുന്നത്. ബയോളജിയിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് ജനിതക ശാസ്ത്രമാണ് പഠിച്ചുകൊണ്ടിരുന്നത്. ജനിതക ശാസ്ത്രത്തിൽ നിന്നും വരുന്ന രോഗങ്ങളെ കുറിച്ചിട്ടാണ് നമ്മൾ ലാസ്റ്റായിട്ട് പറഞ്ഞു നിർത്തിയത്. ഹീമോഫിലിയ, അരിവാൾ രോഗം, വർണ്ണാന്ധത ഒക്കെ നമ്മൾ പറഞ്ഞതാണ്. അപ്പോൾ ഇനി ഫിനൈൽ കീറ്റോനൂറിയ ആണ് കേട്ടോ നോക്കാൻ പോകുന്നത്. ഫിനൈൽ കീറ്റോനൂറിയ സ്വരൂപ ക്രോമസോമിൻ്റെ ക്രോമസോം 12 ഗുപ്ത സ്വഭാവ വൈകല്യം മൂലമുണ്ടാകുന്ന ഒരു രോഗമാണിത്. ഈ രോഗം ബാധിക്കുന്ന വ്യക്തിയുടെ ശരീരത്തിൽ ഫിനൈൽ അലാനിൻ അടിഞ്ഞുകൂടുകയും ഫിനൈൽ പെറൂവിക് ആസിഡ് മറ്റു ഉപോൽപ്പന്നങ്ങളുമായി മാറ്റപ്പെടുകയും ചെയ്യുന്നു. തലച്ചോറിൽ ഇവ അടിഞ്ഞുകൂടുന്നത് മാനസിക വൈകല്യത്തിന് കാരണമാകുന്നു. അപ്പോൾ ഫിനൈൽ കീറ്റോനൂറിയ എന്ന് പറഞ്ഞാൽ സ്വരൂപ ക്രോമസോമിൻ്റെ ഗുപ്ത സ്വഭാവ വൈകല്യം മൂലമുണ്ടാകുന്ന രോഗമാണ് ഓർത്ത് വെക്കുക.
ഗുപ്ത സ്വഭാവം മൂലമുണ്ടാകുന്ന വൈകല്യം മൂലമുണ്ടാകുന്ന രോഗമാണ്. ഈ രോഗം ബാധിക്കുന്നത് വ്യക്തിയുടെ ശരീരത്തിൽ ഫിനൈൽ അലാനിൻ അടിഞ്ഞുകൂടുന്നു. എന്നിട്ട് ഫിനൈൽ പെയ്റൂവിക് ആസിഡും മറ്റു ഉപോൽപ്പന്നങ്ങളുമായിട്ട് മാറ്റപ്പെടുകയും ചെയ്യുന്നു. തലച്ചോറിൽ ഇവ അടിഞ്ഞുകൂടുന്നത് മാനസിക വൈകല്യത്തിന് കാരണമാകുന്നു എന്നാണ് പറയുന്നത്. ഇനി അടുത്തതായിട്ട് തലാസീമിയയാണ്. സ്വരൂപ ക്രോമസോമുകളുമായി ബന്ധപ്പെട്ടതും തലമുറകളിലൂടെ വ്യാപിക്കുന്നതും ബാധിക്കുന്നതുമായ ഒരു വൈകല്യമാണ് തലാസീമിയ. ഇപ്പോൾ രക്തത്തെ ബാധിക്കുന്നതാണ്, പാരമ്പര്യമായിട്ട് തലമുറകളിലൂടെ വ്യാപിക്കുന്നതാണ്. അതുപോലെ രക്തത്തെ ബാധിക്കുന്ന ഒരു വൈകല്യമാണ് തലാസീമിയ എന്ന് ഓർത്തു വെക്കുക. ഗ്ലോബിൻ ജീനിൽ അസാധാരണമായ മാറ്റം ഉണ്ടാവുകയും ഹീമോഗ്ലോബിൻ ഘടനയിൽ മാറ്റം വരികയും ചെയ്യുന്നു. ഇത് വളർച്ചയ്ക്ക് കാരണമാകുന്നു. തലാസീമിയ 2 തരത്തിലുണ്ടാകുന്നുണ്ട്. 16ാമത്തെ ക്രോമസോമിൻ്റെ തകരാറ് മൂലമുണ്ടാകുന്ന ആൽഫ തലാസീമിയയും 11ാമത്തെ ക്രോമസോമിൻ്റെ തകരാറ് മൂലമുണ്ടാകുന്ന ബീറ്റ തലാസീമിയയുമുണ്ട്. അപ്പം 16ാമത്തെ ക്രോമസോമിൻ്റെ തകരാറ് മൂലവും 11ാമത്തെ ക്രോമസോമിൻ്റെ തകരാറ് മൂലവും തലാസീമിയ ഉണ്ടാകുന്നുണ്ടെന്ന് ഓർത്തു വെക്കുക. മനുഷ്യരിൽ ക്രോമസോം നമ്പർ 14 ജീനിൻ്റെ തകരാർ കാരണമുണ്ടാകുന്ന രോഗമാണ് അൽഷിമേഴ്സ്. അപ്പോൾ അൽഷിമേഴ്സ് ഉണ്ടാകുന്നത് എന്താണ്? 14 കേട്ടോ. ക്രോമസോം നമ്പർ 14 തകരാറ് മൂലമാണ് ഈ അൽഷിമേഴ്സ് ഉണ്ടാകുന്നതെന്ന് ഓർത്തു വെക്കുക. മനുഷ്യരിൽ ക്രോമസോം നമ്പർ 9 ജനിതക തകരാറ് മൂലമാണ് മെലനോമ എന്ന ത്വക്കിലെ ക്യാൻസർ. മെലനോമ ക്രോമസോം നമ്പർ 9 ജീനിൻ്റെ തകരാറ് മൂലമാണ്. ഇനി ടായ് സച്ച് ഡിസീസാണ്. അത് മാതാപിതാക്കളിൽ നിന്നും കുട്ടികളിലേക്ക് പകരുന്ന അപൂർവ ജനിതക വൈകല്യമാണ് ടായ് സച്ച്. ഇനി ചില കൊഴുപ്പ് പദാർത്ഥങ്ങളെ ഗാംഗ്ലിയോസൈഡുകൾ വിഘടിപ്പിക്കുവാൻ സഹായിക്കുന്ന എൻസൈമാണ് ബീറ്റ ഹെക്സോസാമിനിൻഡേസ്. അപ്പം എ എന്ന് പറയുന്നത് നിർമ്മിക്കുന്ന ജീൻ തകരാറിലാകുന്നത് വഴിയാണ് ഇത് സംഭവിക്കുന്നത്. ഈ എൻസൈമിൻ്റെ അഭാവം മൂലം കൊഴുപ്പ് പദാർത്ഥങ്ങൾ ചില കൊഴുപ്പ് തരികളായിട്ട് തലച്ചോറിലും സുഷുമ്നാ നാഡിയിലും അടിഞ്ഞുകൂടുകയും നാഡീകോശങ്ങളിലൂടെ പ്രവർത്തനത്തെ ബാധിക്കുകയും ചെയ്യുന്നു. സാങ്കേതിക വിദ്യ സൂക്ഷ്മ ജീവികളെയും ജൈവ പ്രക്രിയകളെയും മനുഷ്യൻ്റെ വിവിധ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്നതിനെയാണ് ജൈവ സാങ്കേതിക വിദ്യ എന്ന് പറയുന്നത്. ജൈവ സാങ്കേതിക വിദ്യയുടെ ആധുനിക രൂപമാണ് ജനിതക എഞ്ചിനീയറിംഗ് നോക്കാം. അഭിലഷണീയമായ തരത്തിൽ ജനിതക ഘടനയിൽ മാറ്റം വരുത്തി ജീവികളുടെ സ്വഭാവത്തെ നിയന്ത്രിക്കുന്ന സാങ്കേതിക വിദ്യയാണ് ജനിതക എഞ്ചിനീയറിംഗ്. അഭിലഷണീയമായ തരത്തിൽ ജനിതക ഘടനയിൽ മാറ്റം വരുത്തി ജീവികളുടെ സ്വഭാവത്തെ നിയന്ത്രിക്കുന്ന സാങ്കേതിക വിദ്യയാണ് ജനിതക എഞ്ചിനീയറിംഗിൻ്റെ പിതാവ് പോൾ ബർഗാണ്. ജനിതക എഞ്ചിനീയറിംഗിൻ്റെ പിതാവ് ആരാണെന്ന് ചോദിച്ചാൽ അത് പോൾ ബർഗ്. ജനിതക എഞ്ചിനീയറിംഗിൽ ജീനുകളെ മുറിച്ചു മാറ്റാൻ ഉപയോഗിക്കുന്ന എൻസൈമാണ് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ജനിതക കത്രിക അറിയപ്പെടുന്ന എൻസൈമാണ് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ്. ജനിതക പശയും ചോദിച്ചിട്ടുണ്ട്. ലിഗേസ് ആണ് കേട്ടോ. ജനിതക പശ ലിഗേസ് ആണ്. ജനിതക എഞ്ചിനീയറിംഗിൽ ജീനുകളുടെ വിളക്കി ചേർക്കാൻ ഉപയോഗിക്കുന്ന എൻസൈമാണ് ലിഗേസ് എന്ന് പറയുന്നത്. അടുത്തതായിട്ട് ഇന്ത്യ തദ്ദേശീയമായി ജനിതക എഞ്ചിനീയറിംഗിലൂടെ നിർമ്മിച്ച ആദ്യത്തെ ഹെപ്പറ്റൈറ്റിസ് ബി വാക്സിനാണ് ഷാൻവാക്ക് ബി എന്ന് പറയുന്നത്. ഒരു കോശത്തിലെ ജീനിനെ മറ്റൊരു കോശത്തിലേക്ക് എത്തിക്കാൻ അനുയോജ്യമായ ഘടകങ്ങളാണ് വാഹകർ, വെക്ടേഴ്സ്, ബാക്ടീരിയയിലെ DNA. ഇനി നോക്കാം ജനിതക എഞ്ചിനീയറിംഗിലൂടെയുള്ള ഇൻസുലിൻ ഉൽപ്പാദനം നോക്കാം. ഇൻസുലിൻ ഉൽപ്പാദനത്തെ നിയന്ത്രിക്കുന്ന മനുഷ്യ ജീനിനെ മുറിച്ചെടുക്കുന്നു. വൃത്താകൃതിയിലുള്ള ബാക്ടീരിയ DNAയിലെ പ്ലാസ്മിഡ് വേർതിരിച്ചെടുക്കുന്നു കേട്ടോ. അപ്പോൾ വൃത്താകൃതിയിലുള്ള ബാക്ടീരിയയുടെ DNA പ്ലാസ്മിഡ് വേർതിരിച്ചെടുക്കുന്നു. ഇൻസുലിൻ ഉൽപ്പാദക ജീനിനെ പ്ലാസ്മിഡിലേക്ക് കൂട്ടിച്ചേർക്കുന്നു. ഇൻസുലിൻ ജീൻ കൂട്ടിച്ചേർത്ത പ്ലാസ്മിഡിനെ ബാക്ടീരിയ കോശത്തിൽ നിക്ഷേപിക്കുന്നു. ബാക്ടീരിയകൾ പെരുകാൻ അനുകൂലമായ സാഹചര്യങ്ങൾ നൽകുന്നു. പെരുകിയ ബാക്ടീരിയകൾ പ്രവർത്തന സജ്ജമല്ലാത്ത ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്നു. ഇവയിൽ നിന്നും പ്രവർത്തന സജ്ജമായ ഇൻസുലിൻ നിർമ്മിക്കുന്നു. അപ്പോൾ ഇത്രയുമാണ് ജനിതക എഞ്ചിനീയറിംഗിലൂടെയുള്ള ഇൻസുലിൻ ഉൽപ്പാദനത്തിൽ വരുന്നത്. ആ ഫ്ലോ ചാർട്ടിൽ നിങ്ങൾ മനസ്സിലാക്കാം. ഇനി ചികിത്സക്ക് ഉപയോഗിക്കുന്ന പ്രോട്ടീനാണ് രോഗലക്ഷണങ്ങൾ. ഇപ്പോൾ ഇന്റർഫെറോണുകൾ എന്ന് പറയുന്നത് വൈറൽ രോഗങ്ങൾക്കാണ്. ഇന്റർഫെറോണുകൾ എന്തിനാണ്? വൈറൽ രോഗങ്ങൾക്കാണ്. ഇൻസുലിനാണെങ്കിലോ പ്രമേഹത്തിനാണ്. ഇൻസുലിൻ പ്രമേഹത്തിന്. എൻഡോർഫിൻ ആണെങ്കിലോ വേദനയ്ക്കാണ് അല്ലേ. എൻഡോർഫിൻ വേദനയാണ്. സൊമാറ്റോട്രോപ്പിൻ ആണെങ്കിൽ വളർച്ചാ വൈകല്യങ്ങൾക്ക്. ഇനി
ക്രോമസോമുകളിലെ DNA തന്മാത്രകളുടെ ഘടനയിലെ വ്യത്യാസം അടിസ്ഥാനപ്പെടുത്തി വ്യക്തികളെ തിരിച്ചറിയാൻ ഉപയോഗിക്കുന്ന സാങ്കേതിക വിദ്യയാണ് DNA ഫിംഗർ പ്രിൻറ്റിങ്. DNA ഫിംഗർ പ്രിൻറ്റിങ് എന്ന് പറയുന്നത് ക്രോമസോമുകളുടെ DNA തന്മാത്രകളുടെ ഘടനയിലെ വ്യത്യാസം അടിസ്ഥാനമാക്കി വ്യക്തികളെ തിരിച്ചറിയാൻ ഉപയോഗിക്കുന്ന സാങ്കേതിക വിദ്യയാണ്. DNA ഫിംഗർ പ്രിൻറ്റിങ്ങിൻ്റെ മറ്റൊരു പേരാണ് DNA പ്രൊഫൈലിംഗ്. DNA ഫിംഗർ പ്രിൻറ്റിൻ്റെ മറ്റൊരു പേരാണ് DNA പ്രൊഫൈലിംഗ്. DNA ഫിംഗർ പ്രിൻറ്റിൻ്റെ ഉപജ്ഞാതാവ് അലക്സ് ജെഫ്രിയാണ്. DNA ഫിംഗർ പ്രിൻറ്റിങ്ങിൻ്റെ ഉപജ്ഞാതാവ്. പിതൃത്വ തർക്കങ്ങളിൽ യഥാർത്ഥ മാതാപിതാക്കൾ തിരിച്ചറിയാനും കൊലപാതകം, മോഷണം തുടങ്ങിയ കുറ്റകൃത്യങ്ങൾ യഥാർത്ഥ കുറ്റവാളികളെ കണ്ടെത്തുന്നതിനും പ്രകൃതിക്ഷോഭം, യുദ്ധം തുടങ്ങിയ കാരണങ്ങളാൽ നഷ്ടപ്പെട്ടവരെ വർഷങ്ങൾക്ക് ശേഷം കണ്ടെത്തുമ്പോൾ തിരിച്ചറിയുവാനും സഹായകമായ സാങ്കേതിക വിദ്യയാണ് DNA ഫിംഗർ പ്രിൻറ്റിങ്. ലോകത്തിലെ ആദ്യത്തെ ഫിംഗർ പ്രിൻറ്റ് ബ്യൂറോ ആരംഭിച്ചത് കൊൽക്കത്തയിലാണ് ലോകത്തിലെ ആദ്യത്തെ ഫിംഗർ പ്രിൻറ്റ് ബ്യൂറോ ആരംഭിച്ചത്. ഒരു ജീവിയിൽ അടങ്ങിയിട്ടുള്ള മൊത്തം ജനിതക വസ്തു അറിയപ്പെടുന്നത് ജീനോം എന്നാണ്. ഒരു ജീവിയിൽ അടങ്ങിയിട്ടുള്ള മൊത്തം ജനിതക വസ്തു അറിയപ്പെടുന്നത് ജീനോം ആണ്. മനുഷ്യനിൽ 46 ക്രോമസോമുകളായി കാണപ്പെടുന്ന ഏകദേശം 30,000 ജീനുകൾ ഉൾപ്പെട്ടതാണ് മനുഷ്യ ജീനോം എന്നത് മനുഷ്യനിൽ 46 ക്രോമസോമുകളിലായി കാണപ്പെടുന്ന ഏകദേശം 30,000 ജീനുകൾ ഉൾപ്പെട്ടതാണ്. ജീനുകൾ പ്രവർത്തനക്ഷമമല്ലാത്തവ അറിയപ്പെടുന്ന ജങ്ക് ജീനുകൾ എന്നാണ്. ജീനുകളിൽ പ്രവർത്തനക്ഷമമല്ലാത്തവ അറിയപ്പെടുന്നത് ജങ്ക് ജീനുകൾ എന്നാണ്. മനുഷ്യ ജീനോമിൻ്റെ രഹസ്യങ്ങൾ കണ്ടെത്താനായി ആരംഭിച്ച പദ്ധതിയാണ് മനുഷ്യ ജീനോം പദ്ധതി. ഹ്യൂമൻ ജീനോം പദ്ധതി ആരംഭിച്ച വർഷം 1990-ലാണ് ഹ്യൂമൻ ജീനോം പദ്ധതി ആരംഭിച്ചത്. ഹ്യൂമൻ ജീനോം പദ്ധതി അവസാനിച്ച വർഷം 2003. ഹ്യൂമൻ ജീനോം പദ്ധതിയുടെ ആദ്യത്തെ മേധാവിയാണ് ജെയിംസ് വാട്സൺ ആണ്. ആദ്യത്തെ മേധാവി ജെയിംസ് വാട്സൺ ആണ് ഹ്യൂമൻ ജീനോം പദ്ധതിയുടെ ആദ്യത്തെ മേധാവി. മനുഷ്യ ജീനോമിൽ ഏകദേശം 24,000 സജീവ ജീനുകളുണ്ട്. മനുഷ്യ DNA-യുടെ ഭൂരിഭാഗവും ജങ്ക് ജീനുകളാണ്. മനുഷ്യർ തമ്മിൽ 0.2% മാത്രമാണ് DNA-യിലെ വ്യത്യാസം. മനുഷ്യ ജീനോമിലെ 200ഓളം ജീനുകൾ ബാക്ടീരിയയുടേതിന് സമാനമാണ്. ഭൂമുഖത്തുള്ള 15 മില്യൺ ജീവജാലങ്ങളുടെ ജനിതക ഘടന പഠിക്കുന്നതിനായി ഗവേഷകരുടെ നേതൃത്വത്തിൽ ആരംഭിച്ച ബൃഹത് പദ്ധതിയാണ് എർത്ത് ബയോജീനോം പ്രോജക്റ്റ്. പൂർണ്ണമായും ജീനോം കണ്ടുപിടിക്കപ്പെട്ട ആദ്യ ജീവിയാണ് ഹീമോഫിലസ് ഇൻഫ്ലുവൻസ. പൂർണ്ണമായും ജീനോം കണ്ടുപിടിക്കപ്പെട്ട ആദ്യത്തെ വൃക്ഷമാണ് പോപ്ലാറാണ് പൂർണ്ണമായും ജീനോം കണ്ടുപിടിക്കപ്പെട്ട ആദ്യത്തെ വൃക്ഷം എന്ന് പറയുന്നത്. ഒരു പ്രത്യേക സ്വഭാവത്തിന് കാരണമായ ജീനിൻ്റെ സ്ഥാനം DNA-യിൽ എവിടെയാണെന്ന് കൃത്യമായി കണ്ടെത്തുന്ന സാങ്കേതിക വിദ്യയാണ് ജനിതക മാപ്പിംഗ് എന്ന് പറയുന്നത് ഒരു പ്രത്യേക സ്വഭാവത്തിന് കാരണമായ ജീനിൻ്റെ സ്ഥാനം DNA-യിൽ എവിടെയാണെന്ന് കൃത്യമായി കണ്ടെത്തുന്ന സാങ്കേതിക വിദ്യയാണ്. ലോകത്തിൽ ആദ്യമായി ജനിതക മാപ്പ് തയ്യാറാക്കാനായി ഉപയോഗിച്ച ഏത് ശാസ്ത്രജ്ഞൻ്റെ രക്തസാമ്പിളുകളാണ്? ജെയിംസ് വാട്സന്റെ രക്തസാമ്പിളുകളാണ് ലോകത്തിൽ ആദ്യമായിട്ട് ജനിതക മാപ്പ് തയ്യാറാക്കാനായി ഉപയോഗിച്ച രക്തസാമ്പിള്. ആദ്യമായി ജീനിൻ്റെ കൃത്രിമമായി വികസിപ്പിച്ചെടുത്ത ശാസ്ത്രജ്ഞൻ ഹർഗോവിന്ദ് ഖൊരാനയാണ്. ആദ്യമായി ജീനിനെ കൃത്രിമമായി വികസിപ്പിച്ചെടുത്ത ശാസ്ത്രജ്ഞനാണ് ഹർഗോവിന്ദ് ഖൊരാന. വൈദ്യശാസ്ത്രത്തിൽ നോബൽ നേടിയ ആദ്യ ഇന്ത്യൻ വംശജനാണ് ഹർഗോവിന്ദ് ഖൊരാന. ജീനോമിൽ നിന്നും രോഗകാരികളായ ജീനുകളെ മാറ്റി പകരം പ്രവർത്തനക്ഷമമായ ജീനുകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ജനിതക രോഗത്തിൽ നിന്നും രക്ഷ നേടുന്ന ചികിത്സാ രീതിയാണ് ജീനോം ചികിത്സ. ജീനോമിൽ നിന്നും രോഗകാരിയായ ജീനുകളെ മാറ്റി പകരം പ്രവർത്തനക്ഷമമായ ജീനുകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ജനിതക രോഗങ്ങളിൽ നിന്നും രക്ഷ നേടുന്ന ചികിത്സാ രീതിയാണ് ജീൻ ചികിത്സ. ആദ്യമായി വേർതിരിച്ച ജീൻ എന്ന് പറയുന്നത് ലാക് ജീനാണ്. ഈക്കോളി എന്ന ബാക്ടീരിയയിൽ നിന്നുമാണ് ലാക് ജീൻ ആദ്യമായി വേർതിരിച്ച ജീന്. ജീനോമിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഫെഡറിക് സാംഗർ ആണ് ജീനോമിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. രസതന്ത്രത്തിൽ 2 തവണ നോബൽ സമ്മാനം ലഭിച്ചിട്ടുണ്ട്. ജീനോമിക്സിൻ്റെ പിതാവാണ് ഫെഡറിക് സാംഗർ. ജനിതക എഞ്ചിനീയറിംഗിലൂടെ വികസിപ്പിച്ചെടുത്ത എണ്ണ കുടിക്കുന്ന ബാക്ടീരിയയാണ് സൂപ്പർ ബഗ്ഗുകളാണ്. മനുഷ്യ ശരീരത്തിൽ വെളിയിൽ ആദ്യമായി നിർമ്മിച്ച ഇൻസുലിനാണ് ഹ്യൂമുലിനാണ് മനുഷ്യ ശരീരത്തിൽ വെളിയിൽ ആദ്യമായി നിർമ്മിച്ച ഇൻസുലിൻ. എലി ലില്ലി എന്ന അമേരിക്കൻ കമ്പനിയാണ് ജനിതക എഞ്ചിനീയറിംഗിൻ്റെ സഹായത്തോടെ ആദ്യമായി ഹ്യൂമുലിൻ തയ്യാറാക്കിയത്. എലി ലില്ലി എന്ന അമേരിക്കൻ കമ്പനി. ജനിതക മാറ്റം വരുത്തിയ ലോകത്തിലെ ആദ്യ ഇരട്ടകളാണ് ലുലുവും നാനയും. ചൈനയിലെ ലുലുവും നാനയുമാണ് ജനിതക മാറ്റം വരുത്തിയ ലോകത്തിലെ ആദ്യ ഇരട്ടകൾക്ക് ജനിതക മാറ്റം വരുത്തുവാൻ ഉപയോഗിച്ച സാങ്കേതിക വിദ്യ CRISPR-Cas9 ജീൻ എഡിറ്റിംഗ് ടെക്നോളജി. അടുത്തത് ജീൻ ബാങ്കാണ്. ജീൻ ബാങ്കിൽ ജനിതക സാമഗ്രികൾ സംരക്ഷിക്കുന്നത് ജീൻ ബാങ്കാണ്. സസ്യങ്ങളുടെ വൈവിധ്യം നിലനിർത്താൻ സഹായിക്കുന്നത് ജീൻ ബാങ്കാണ്.
ജീൻ ബാങ്കുകളിൽ സംരക്ഷിക്കുന്ന സസ്യജനിതക സാമഗ്രികളുടെ ഉദാഹരണം വിത്തുകൾ, ടിഷ്യൂ കൾച്ചർ, തൈകൾ, മരവിപ്പിച്ച കാണ്ഡങ്ങൾ. വിത്ത് ബാങ്കുകളുടെ വിത്തുകൾ സംഭരിക്കുന്നത് വളരെ താഴ്ന്ന ഊഷ്മാവിലാണ്. ലോകത്തിലെ ഏറ്റവും വലിയ വിത്ത് ബാങ്ക് മില്ലേനിയം സീഡ് ബാങ്ക് ലണ്ടനാണ്. ലണ്ടനിലാണ് ലോകത്തിലെ ഏറ്റവും വലിയ വിത്ത് ബാങ്ക്. ബീട്ടി വഴുതനങ്ങളിലെ ബീട്ടിയുടെ പൂർണ്ണരൂപം ബാസില്ലസ് തുറിഞ്ചീനിയസ് ആണ്. ബാസില്ലസ് തുറിഞ്ചീനിയസ് ആണ് ബീട്ടി ബീട്ടിയുടെ പൂർണ്ണരൂപം. ക്ലോണിങ്ങിൻ്റെ പിതാവ് ഇയാൻ വിൽമുട്ടാണ് ക്ലോണിങ്ങിൻ്റെ പിതാവ്. ക്ലോണിങ്ങിലൂടെ ആദ്യ ജീവിയെ വികസിപ്പിച്ചെടുത്ത സ്ഥാപനം സ്കോട്ട്ലൻഡിലെ റോസ്ലിൻ ഇൻസ്റ്റിറ്റ്യൂട്ട്. ക്ലോണിങ്ങിലൂടെ സൃഷ്ടിച്ച ആദ്യത്തെ ജീവിയാണ് ഡോളി എന്ന ചെമ്മരിയാടാണ് ആദ്യമായി സൃഷ്ടിച്ചിട്ടുള്ളത്. 1996. 2003 ഫെബ്രുവരി 14 ഡോളിയെ ദയാവധത്തിന് വിധേയമാക്കി. ആദ്യമായി ക്ലോണിങ്ങിലൂടെ സൃഷ്ടിച്ച മറ്റു ജീവികളാണ് എരുമ സംരൂപ, നായ സ്നപ്പി, കുരങ്ങ് ടെട്ര, കുതിര പ്രൊമിത്യ, ഒട്ടകം ഇൻജാസ്, എലി റാൽഫ്, ചുണ്ടലി കുമുലിന. ലോകത്ത് ആദ്യമായി ക്ലോണിങ്ങിലൂടെ എരുമക്കിടാവ് ജനിച്ച രാജ്യം ഇന്ത്യയാണ്. ഷാങ്ഹായിലെ ചൈനീസ് അക്കാദമി ഓഫ് സയൻസിലെ ഗവേഷകർ ക്ലോണിങ്ങിലൂടെ സൃഷ്ടിച്ച ജനിതക സാമ്യമുള്ള 2 കുരങ്ങുകളാണ് സോങ്ങും ഹുവാഹുവയും. ജനിതക സാമ്യമുള്ള കുരങ്ങുകളെ സൃഷ്ടിക്കാൻ ഉപയോഗിച്ച സാങ്കേതിക വിദ്യ സൊമാറ്റിക് സെൽ ന്യൂക്ലിയർ ട്രാൻസ്ഫർ. SCRT ക്വസ്റ്റ്യൻ ബോൾ ആണ്. എയിലെ ബന്ധമനുസരിച്ച് ബി പൂരിപ്പിക്കുക. മാതാപിതാക്കളുടെ പാരമ്പര്യതകൾ സന്താനങ്ങളിലേക്ക് മാതാപിതാക്കളുടെ സവിശേഷതകൾ സന്താനങ്ങളിലേക്ക് പാരമ്പര്യം. മാതാപിതാക്കളിൽ നിന്നും വ്യത്യസ്തമായ സവിശേഷതകൾ സന്താനങ്ങളിലേക്ക്, അത് വ്യതിയാനമാണ്. ചുവടെ തന്നിരിക്കുന്ന RNAയുടെ ഇഴകളാകാൻ സാധ്യതയുള്ളത് ഏതാണെന്നാണ്. അപ്പോൾ AUGGCCAG ആണ് അല്ലേ, AUGGCCAG. ഇനി DNA തന്മാത്രയുടെ ചുറ്റുകോവണി മാതൃക പ്രകാരം ചുവടെ നൽകിയിരിക്കുന്ന പ്രസ്താവനകൾ ശരിയായത് കണ്ടെത്തി എഴുതുക. എയും ഡി ആണ് ശരിയായിട്ടുള്ളത്. DNA തന്മാത്രയിൽ നൈട്രജൻ ബേസുകൾ അടങ്ങിയിട്ടുണ്ട്. നൈട്രജൻ ബേസുകൾ കൊണ്ടാണ് DNAയുടെ പടികൾ നിർമ്മിച്ചിരിക്കുന്നത്. അത് രണ്ടുമാണ് കറക്റ്റായിട്ടുള്ളത്. ഇനി സന്താനങ്ങളിൽ വ്യതിയാനങ്ങൾ രൂപപ്പെടുന്നതിന് കാരണമായ മുഖ്യ പ്രക്രിയയാണ് ബീജസംയോഗം. ഈ പ്രസ്താവനയെ സാധൂകരിക്കുന്ന ഏറ്റവും യോജിച്ച കാരണങ്ങൾ കണ്ടെത്തി എഴുതുക. ബീജസംയോഗം അലീൽ ചേർച്ചയിൽ മാറ്റമുണ്ടാകുന്നു എന്നതാണ് കറക്റ്റായിട്ടുള്ളത് ആൻസർ. ഇനി 5ാമത്തെ ക്വസ്റ്റ്യൻ. ജനിതകശാസ്ത്രം എന്ന ശാസ്ത്രശാഖയ്ക്ക് അടിത്തറയിടുന്നതിൽ ഗ്രീഗർ മെൻഡലിന് സഹായകമായ വസ്തുതകൾ അത് വർഗസങ്കരണ പരീക്ഷണങ്ങളും പാരമ്പര്യ നിയമങ്ങൾ ആവിഷ്കരിക്കൽ. അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ശ്രീനാരായണ ഗുരു ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. അതിൻ്റെ ബാക്കിഭാഗമായിട്ടുള്ളതാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികളാണ് ഇന്ന് ആദ്യമായിട്ട് നമ്മൾ നോക്കുന്നത്. ശ്രീനാരായണ ഗുരുവിൻ്റെ ആദ്യ രചന എന്ന് പറയുന്നത് ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ടാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ ആദ്യ രചന. ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട് ഗുരു സമർപ്പിച്ചത് ആർക്ക് എന്ന് ചോദിച്ചാൽ അത് ചട്ടമ്പി സ്വാമികൾക്ക് വേണ്ടിയിട്ടാണ് സമർപ്പിച്ചിട്ടുള്ളത്. ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട് ഗുരു സമർപ്പിച്ചത് ചട്ടമ്പി സ്വാമികൾക്കാണ്. അരുവിപ്പുറം പ്രതിഷ്ഠാ സമയത്ത് ശ്രീനാരായണ ഗുരു രചിച്ച കൃതിയാണ് ശിവശതകമാണ് അരുവിപ്പുറം പ്രതിഷ്ഠാ സമയത്ത് ശ്രീനാരായണ ഗുരു രചിച്ച കൃതി. അവൻ ആത്മസുഖത്തിനാചരിക്കുന്നവരപനന് സുഖത്തിനായി വരേണം എന്ന ഏത് കൃതിയിലെ വരികളാണ് എന്ന് ചോദിച്ചാൽ അത് ആത്മോപദേശ ശതകത്തിലേതാണ്. അവൻ ആത്മസുഖത്തിനാചരിക്കുന്നവരപനന് സുഖത്തിനായി വരേണം എന്ന് പറയുന്ന വരികളുള്ളത്. ഇനി ശ്രീനാരായണ ഗുരു രചിച്ച തമിഴ് കൃതിയാണ് തേവാര പതികങ്ങൾ. ശ്രീനാരായണ ഗുരുവിൻ്റെ തമിഴ് കൃതിയാണ് തേവാര പതികങ്ങൾ. ഇനി ശ്രീനാരായണ ഗുരുവിൻ്റെ സംസ്കൃത രചനകളാണ് ദർശനമാല, ചിദംബരാഷ്ടകം, വേദാന്ത സൂത്രം, നിർവൃതി പഞ്ചകം. ശ്രീനാരായണ ഗുരു വിവർത്തനം ചെയ്ത കൃതികളാണ് ഈശവാസ്യോപനിഷത്ത്, തിരുക്കുറൽ, ഒടുവിലൊഴുക്കം. അപ്പോൾ ഈശവാസ്യോപനിഷത്ത്, തിരുക്കുറൽ, ഒടുവിലൊഴുക്കം ഇവയെല്ലാം ശ്രീനാരായണ ഗുരു വിവർത്തനം ചെയ്ത കൃതികളാണ്. ദേവനാഥനായ ഗൃഹനെ പ്രതിഷ്ഠിച്ചുകൊണ്ട് 1884 ഗുരു രചിച്ച സംസ്കൃത സ്തോത്രമാണ് ഗുഹാഷ്ടകം. ദേവനാഥനായ ഗുഹനെ പ്രകീർത്തിച്ചുകൊണ്ട് 1884 ഗുരു രചിച്ച സംസ്കൃത സ്തോത്രമാണ് ഗുഹാഷ്ടകം. അഗ്നിയെക്കുറിച്ചുള്ള ഗുരുദേവന്റെ രചനയാണ് ഹോമമന്ത്രം. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം. ഈ വചനമുള്ള ശ്രീനാരായണ ഗുരുവിൻ്റെ പുസ്തകം ജാതിമീമാംസയാണ്. ജാതിമീമാംസദ്വയത്തിലെ ജാതി നിർണയം എന്ന പദ്യത്തിലാണ് ഈ വചനങ്ങൾ ഉള്ളത്. ആഴമേറും നിൻ മനസ്സാമൊയിൽ ഞങ്ങളാകവേ ആഴണം നിത്യം വാഴണം സുഖം എന്ന വരികളുള്ള ശ്രീനാരായണ ഗുരുവിൻ്റെ രചനയാണ് ദൈവദശകം.
ഇനി ഗുരുവിനെക്കുറിച്ച് ശ്രീനാരായണ ഗുരുവിനെ ഒരു മൂന്നാംകിട ദൈവം എന്നതിലുപരി ഒരു ഒന്നാംകിട മനുഷ്യനായി കാണണം എന്ന് പറഞ്ഞിട്ടുള്ളത് അയ്യങ്കാളിയാണ്. അയ്യങ്കാളിയാണ് ശ്രീനാരായണ ഗുരുവിനെ ഒരു മൂന്നാംകിട ദൈവം എന്നതിലുപരി ഒരു ഒന്നാംകിട മനുഷ്യനായി കാണണം എന്ന് പറഞ്ഞിട്ടുള്ളത്. മഹാത്മാഗാന്ധിക്കു മുൻപേ സാർവത്രിക സാഹോദര്യം എന്ന ആശയം പ്രചരിപ്പിച്ച വ്യക്തിയാണ് ശ്രീനാരായണ ഗുരു. CP രാമസ്വാമി അയ്യർ പറഞ്ഞിട്ടുള്ളതാണ്. CP രാമസ്വാമി അയ്യർ പറഞ്ഞിട്ടുള്ളത് മഹാത്മാഗാന്ധിക്കു മുൻപേ സാർവത്രിക സാഹോദര്യം എന്ന ആശയം പ്രചരിപ്പിച്ച വ്യക്തിയാണ് ശ്രീനാരായണ ഗുരു എന്നാണ്. ഞാൻ പല സിദ്ധന്മാരെയും മഹർഷിമാരെയും കണ്ടിട്ടുണ്ട്. എന്നാൽ ശ്രീനാരായണ ഗുരുവിനേക്കാൾ മികച്ചതോ അദ്ദേഹത്തിന് തുല്യനായ ഒരു മഹാത്മാവിനെ എങ്ങും കണ്ടിട്ടില്ല എന്ന് പറഞ്ഞത് രവീന്ദ്രനാഥ ടാഗോറാണ്. ശ്രീനാരായണ ഗുരു എന്ന സിനിമ സംവിധാനം ചെയ്തത് PA ബക്കറാണ്. ശ്രീനാരായണ ഗുരുവിനെ കുറിച്ചുള്ള യുഗപുരുഷൻ എന്ന സിനിമ സംവിധാനം ചെയ്തത് R സുകുമാരനാണ്. R സുകുമാരൻ. ഇനി യുഗപുരുഷൻ എന്ന സിനിമയിൽ ശ്രീനാരായണ ഗുരുവായി അഭിനയിച്ചത് തലൈവാസൽ വിജയാണ്. ഇനി ശ്രീനാരായണ ഗുരുവിൻ്റെ കൃതികളാണ്. ഗണേശ സ്തോത്രത്തിൽ വരുന്നത് വിനായകാഷ്ടകം. ഗണേശ സ്തോത്രത്തിലെ വിനായകാഷ്ടകം. വിഷ്ണു സ്തോത്രങ്ങളാണ് ശ്രീ വാസുദേവാഷ്ടകം, വിഷ്ണു അഷ്ടകം, ശ്രീകൃഷ്ണ ദർശകം. ദേവീ സ്തോത്രങ്ങളാണ് ദേവീസ്തവം, മണ്ഡന്തല ദേവീസ്തവം, കാളി നാടകം, ജനനീ നവരത്ന മഞ്ജരി, ഭദ്രകാള്യാഷ്ടികം, ദേവി പ്രണാമ ദേവി അഷ്ടകം. ഇനി സുബ്രഹ്മണ്യ സ്തോത്രങ്ങളാണ് ഷൺമുഖ സ്തോത്രം, ഷൺമുഖ ദശകം, ഷൺമുഖ മാധുരസ്തവം, സുബ്രഹ്മണ്യ കീർത്തനം, നവമഞ്ജരി, ഗുഹാഷ്ടകം, ബാഹുലേയാഷ്ടകം. ശിവസ്തോത്രങ്ങളാണ് ശിവപ്രസാദ പഞ്ചകം, സദാശിവ ദർശനം, ശിവശതകം, അർദ്ധനാരീശ്വരസ്തവം, വൈരാഗ്യ ദശകം, ജിച്ചട ചിന്തനം, കുണ്ടലിനിപ്പാട്ട്, ഇന്ദ്രിയ വൈരാഗ്യം, ശിവസ്തവം, കോലധീരേശ സ്തവം, സോനുഭവഗീതി, പിണ്ട നന്ദി, ഒരു തമിഴ് ശ്ലോകം, തേവാര പതികങ്ങൾ. പ്രബോധന കൃതികളാണ് ജാതി നിർണയം, ജാതി ലക്ഷണം, സദാചാരം, ജീവകാരുണ്യ പഞ്ചകം, അനുകമ്പ ദശകം, ധർമ്മ ആശ്രമം, മുനിചര്യ ചഞ്ചകം, സമാധി ശ്ലോകങ്ങൾ. ദാർശനിക കൃതികളാണ് ആത്മോപദേശ ശതകം, അദ്വൈത ദീപിക, അറിവ്, ദൈവദശകം, ദർശനമാല, ബ്രഹ്മവിദ്യ പഞ്ചകം, നിർവൃതി പഞ്ചകം, ശ്ലോകത്രയി, ഹോമമന്ത്രം, വേദാന്ത സൂത്രം. തർജ്ജമകൾ ഈശവാസ്യോപനിഷത്ത്, തിരുക്കുറൽ, ഒടുവിലൊഴുക്കം. ഗദ്യകൃതികൾ ഗദ്യപ്രാർത്ഥന, ദൈവചിന്തനം 1, ദൈവചിന്തനം 2, ആത്മവിലാസം, ചിജ്ജട ചിന്തകം. ശ്രീനാരായണ ഗുരുവിനെ കുറിച്ചുള്ള കൃതികളാണ്. ഗുരു K സുരേന്ദ്രൻ്റേതാണ്. K സുരേന്ദ്രൻ എഴുതിയിട്ടുള്ളത് ഗുരുവാണ്. പെരുമ്പടവൻ ശ്രീധരൻ എഴുതിയിട്ടുള്ളത് നാരായണം. പെരുമ്പടവൻ ശ്രീധരൻ നാരായണം. ഇനി കിളിമാനൂർ കേശവൻ എഴുതിയിട്ടുള്ളതാണ് ഗുരുദേവ കർണാമൃതം. ഗുരുദേവ കർണാമൃതം കിളിമാനൂർ കേശവൻ. ടി ഭാസ്കരൻ എഴുതിയിട്ടുള്ളതാണ് ബ്രഹ്മർഷി ശ്രീനാരായണ ഗുരു. നാരായണ ഗുരുസ്വാമി MK സാനുവിൻ്റേതാണ്. യുഗപ്പിറവി K വാസുദേവൻ. ചരിത്രത്തെ അഗാധമാക്കിയ ഗുരു KP അപ്പനാണ്. ഗുരുവിൻ്റെ ദുഃഖം സുകുമാർ അഴീക്കോട്. ശ്രീനാരായണ ഗുരു നവോത്ഥാനത്തിൻ്റെ പ്രവാചകൻ എന്നത് P പരമേശ്വരനാണ്. ബുദ്ധനും നാരായണ ഗുരുവും എന്നതും ഡോക്ടർ K സുഗതനാണ്. എ പ്രൊഫേറ്റ് ഓഫ് പീസ് എന്നത് സ്വാമി ധർമ്മതീർത്ഥൻ എഴുതിയിട്ടുള്ളതാണ്. അടുത്തതായിട്ട് ഗുരുവും ക്ഷേത്രങ്ങളും. ശ്രീനാരായണ ഗുരു പ്രതിഷ്ഠിച്ച ആദ്യ ക്ഷേത്രം അരുവിപ്പുറം നെയ്യാറ്റിൻകരയാണ്. നെയ്യാറ്റിൻകരയിലെ അരുവിപ്പുറത്താണ് ശ്രീനാരായണ ഗുരു പ്രതിഷ്ഠിച്ച ആദ്യ ക്ഷേത്രം. ശ്രീനാരായണ ഗുരു അരുവിപ്പുറത്ത് ശിവക്ഷേത്രം പണി കഴിപ്പിച്ച വർഷം 1887. ശ്രീനാരായണ ഗുരു അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തിയ വർഷം 1888 ഫെബ്രുവരി ശിവരാത്രി ദിനത്തിലാണ്. നെയ്യാറിലെ ശങ്കരൻകുഴി എന്ന കയത്തിൽ നിന്നും സ്വയം മുങ്ങിയെടുത്ത ഒരു കല്ലാണ് ഗുരു അരുവിപ്പുറം പ്രതിഷ്ഠയ്ക്ക് ഉപയോഗിച്ചത്. ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്യേന വാഴുന്ന മാതൃകാ സ്ഥാനമാണിത് എന്നിങ്ങനെ എഴുതിയിരിക്കുന്നത് അരുവിപ്പുറം ക്ഷേത്രഭിത്തിയിലാണ്. ശ്രീനാരായണ ഗുരുവിൻ്റെ ആദ്യ സുബ്രഹ്മണ്യ പ്രതിഷ്ഠയാണ് വക്കം സുബ്രഹ്മണ്യ ക്ഷേത്രം. 1889 വേലായുധൻ നട എന്നറിയപ്പെട്ടിരുന്ന ക്ഷേത്രമാണിത്. ശ്രീനാരായണ ഗുരുവും ചട്ടമ്പി സ്വാമികളും ചേർന്ന് പ്രതിഷ്ഠ നടത്തിയ ക്ഷേത്രമാണ് പൂത്തോട്ട ശ്രീ വല്ലഭേശ്വര ക്ഷേത്രം. മംഗലാപുരത്തെ വില്ലവർക്കു വേണ്ടി ശ്രീനാരായണ ഗുരു പ്രതിഷ്ഠിച്ച ക്ഷേത്രമാണ് കുദ്രോളി ശ്രീ ഗോകർണേശ്വര ക്ഷേത്രം.
തലശ്ശേരി ജഗന്നാഥ ക്ഷേത്രം നിർമ്മിച്ച് പ്രതിഷ്ഠ നടത്തിയ വർഷമാണ് 1908. ഗുരു ശിവഗിരിയിൽ ശാരദാ പ്രതിഷ്ഠ നടത്തിയ വർഷം 1912. അഷ്ടഭുജാകൃതി നിർമ്മിച്ചിരിക്കുന്ന ക്ഷേത്രമാണ് ശിവഗിരി ശാരദാ മഠം. ശിവഗിരി ശാരദാ പ്രതിഷ്ഠ സ്ഥാപന കമ്മിറ്റിയുടെ അധ്യക്ഷൻ ഡോക്ടർ പൽപ്പു ആണ്. സെക്രട്ടറി കുമാരനാശാൻ. ആനി ബസന്റിനാൽ തറക്കല്ലിടുകളും ഗുരു പ്രതിഷ്ഠ നടത്തുകയും ചെയ്ത ക്ഷേത്രമാണ് ശ്രീകണ്ഠേശ്വര ക്ഷേത്രം, കോഴിക്കോട്. ശ്രീനാരായണ ഗുരുവിൻ്റെ നിർദ്ദേശപ്രകാരം ബോധാനന്ദ സ്വാമികൾ പ്രതിഷ്ഠിച്ച ക്ഷേത്രമാണ് പർളിക്കാവ് സുബ്രഹ്മണ്യ ക്ഷേത്രം, തൃശ്ശൂർ. ഗുരു നിലവിളക്ക് പ്രതിഷ്ഠ, ദീപപ്രതിഷ്ഠ നടത്തിയ ക്ഷേത്രം വിളക്കമ്പലം, കാരമുക്ക്, തൃശ്ശൂർ. ഗുരുർ ഓം എന്നെഴുതിയ പഞ്ചലോഹ ഫലകം പ്രതിഷ്ഠ നടത്തിയ ക്ഷേത്രം മുരുക്കുംപുഴ. പഞ്ചലോഹ ഫലകത്തിൽ ഓമിന് താഴെ സത്യം, ധർമ്മം, ദയ, സ്നേഹം എന്നീ വാക്കുകൾ ആലേഖനം ചെയ്തിരിക്കുന്നു. ആത്മോപദേശ ശതകം സെന്റിലോക്കി ടു ദ സെൽഫ് എന്ന പേരിൽ ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത് നടരാജ ഗുരുവാണ്. ആത്മോപദേശ ശതകം സോങ് ഓഫ് ദ സെൽഫ് എന്ന പേരിൽ ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ഡോക്ടർ കെ ശ്രീനിവാസനാണ്. അടുത്തത് ഗുരുവും ശിഷ്യരും. ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രധാന ശിഷ്യന്മാരാണ് ശിവലിംഗദാസ സ്വാമികൾ, ആത്മാനന്ദ സ്വാമി, കുമാരനാശാൻ, ബോധാനന്ദ സ്വാമി, സി കേശവൻ, സി കൃഷ്ണൻ, സി ആർ കേശവൻ വൈദ്യർ, ഡോക്ടർ പൽപ്പു, നടരാജ ഗുരു, ഗോവിന്ദാനന്ദ സ്വാമി, എം ഗോവിന്ദൻ, ധർമ്മതീർത്ഥൻ, സഹോദരൻ അയ്യപ്പൻ, എൻ കുമാരൻ, സത്യവ്രത സ്വാമി, ഏണസ്റ്റ് ക്രിക്ക്, ടി കെ മാധവൻ, ആനന്ദതീർത്ഥൻ. ഗുരുവിൻ്റെ ആദ്യത്തെ സന്യാസ ശിഷ്യനാണ് ശിവലിംഗദാസ സ്വാമികൾ. ശിവലിംഗദാസ സ്വാമികളുടെ യഥാർത്ഥ നാമം അയ്യപ്പൻ പിള്ള. ശിവലിംഗദാസ സ്വാമികളുടെ മഹാസമാധിയിൽ അനുശോചിച്ച് കുമാരനാശാൻ രചിച്ച കൃതിയാണ് പറന്നുപോയ ഹംസം. ഗുരുവിൻ്റെ അവസാനത്തെ സന്യാസ ശിഷ്യനാണ് ആനന്ദതീർത്ഥ സ്വാമികൾ. ഗുരു തൻ്റെ ആത്മീയ പിൻഗാമിയായി തിരഞ്ഞെടുത്തത് ബോധാനന്ദ സ്വാമികളെയാണ്. വർക്കലയിൽ ശ്രീനാരായണ ഗുരുകുലം സ്ഥാപിച്ച ഗുരുവിൻ്റെ ശിഷ്യനാണ് നടരാജ ഗുരു. ബോധാനന്ദ സ്വാമികളുടെ യഥാർത്ഥ നാമം വേലായുധൻ എന്നായിരുന്നു. ശ്രീനാരായണ ഭക്തപരിപാലന യോഗം എന്ന സംഘടന സ്ഥാപിച്ചത് ബോധാനന്ദ സ്വാമികൾ. കാഞ്ചീപുരത്ത് നാരായണ സേവാശ്രമം സ്ഥാപിച്ച ഗുരുവിൻ്റെ ശിഷ്യനാണ് ഗോവിന്ദാനന്ദ സ്വാമി. ശ്രീനാരായണ ഗുരുവിൻ്റെ ശിഷ്യനായ ആദ്യ യൂറോപ്യനാണ് ഏണസ്റ്റ് ക്രിക്ക്. കോയമ്പത്തൂരിൽ ലൈഫ് എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ച് ഗുരുവിൻ്റെ സന്ദേശങ്ങൾ പ്രചരിപ്പിച്ചത് ഏണസ്റ്റ് കിർക്കാണ്. കണ്ണാടി പ്രതിഷ്ഠ. ശ്രീനാരായണ ഗുരു കണ്ണാടി പ്രതിഷ്ഠ നടത്തിയ ക്ഷേത്രങ്ങളാണ് കളവൻകോടും ഉല്ലലയും. അഹം ബ്രഹ്മാസ്മി എന്ന തത്വമാണ് ഒരു കണ്ണാടി പ്രതിഷ്ഠയായി മുന്നോട്ട് വെച്ചത്. ശ്രീനാരായണ ഗുരു ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത് കളവൻകോടം ക്ഷേത്രത്തിലാണ്. ശ്രീനാരായണ ഗുരു ആദ്യമായി പ്രതിഷ്ഠ കർമ്മം നിർവഹിച്ച ക്ഷേത്രം ഉല്ലലയാണ്. പ്രണവ മന്ത്രം എഴുതിയ കണ്ണാടിയാണ് ഗുരു ഇവിടെ പ്രതിഷ്ഠിച്ചത്. എന്നാൽ SCERT പാഠപുസ്തക പ്രകാരം ഗുരു നടത്തിയ അവസാന പ്രതിഷ്ഠയാണ് കളവൻകോട്. ഗുരുവിൻ്റെ പ്രതിമ. കേരളത്തിലെ ഏറ്റവും കൂടുതൽ പ്രതിമകൾ സ്ഥാപിച്ചിട്ടുള്ള നവോത്ഥാന നായകൻ ശ്രീനാരായണ ഗുരുവാണ്. ജീവിച്ചിരിക്കെ തന്നെ പ്രതിമ സ്ഥാപിക്കപ്പെട്ട നവോത്ഥാന നായകനാണ് ശ്രീനാരായണ ഗുരു. ഗുരുവിൻ്റെ ആദ്യ പ്രതിമ സ്ഥാപിക്കപ്പെട്ട സ്ഥലം തലശ്ശേരിയാണ്. 1977. ശ്രീനാരായണ ഗുരുവിൻ്റെ ആദ്യ പ്രതിമ സ്ഥാപിക്കുന്നതിന് മുൻകൈയെടുത്ത വ്യക്തിയാണ് മൂർക്കോത്ത് കുമാരൻ. ശ്രീനാരായണ ഗുരുവിൻ്റെ ആദ്യ ജീവചരിത്രം രചിച്ചതും മൂർക്കോത്ത് കുമാരനാണ്. ശ്രീനാരായണ ഗുരുവിൻ്റെ ആദ്യ പ്രതിമ രൂപകൽപ്പന ചെയ്ത ഇറ്റാലിയൻ ശില്പിയാണ് സി തവാല്ലി. ശ്രീനാരായണ ഗുരുവിൻ്റെ ഏറ്റവും ഉയരം കൂടിയ പ്രതിമ സ്ഥിതി ചെയ്യുന്നത് കൈതമുക്ക്, തിരുവനന്തപുരം. 2020 സെപ്റ്റംബറിൽ ശ്രീനാരായണ ഗുരുവിൻ്റെ നമുക്ക് ജാതിയില്ല വിളംബരത്തിൻ്റെ 100ാം വാർഷികത്തോടനുബന്ധിച്ച് കേരള സാംസ്കാരിക വകുപ്പിൻ്റെ നേതൃത്വത്തിൽ ഗുരുവിൻ്റെ പ്രതിമ അനാച്ഛാദനം ചെയ്ത നഗരം തിരുവനന്തപുരം. ഒബ്സർവേറ്ററി ഹില്ല്. ശില്പി ഉണ്ണിക്കാനായി. വിശേഷണങ്ങൾ വിശേഷിപ്പിച്ചവർ രണ്ടാം ബുദ്ധൻ, ജി ശങ്കരക്കുറുപ്പ്, പെരിയ സ്വാമി, ഡോക്ടർ പൽപ്പു. ഭൗതികമായ ഔന്നത്യമുള്ള മഹാത്മാവ് രമണ മഹർഷി. കേരള നവോത്ഥാനത്തിൻ്റെ രാജശില്പി പി ഗോവിന്ദപിള്ള. മോദസ്ഥിതനായങ്ങു വസിപ്പു മല പോലെ കുമാരനാശാൻ. ഗുരുവചനങ്ങൾ. ജാതി ചോദിക്കരുത്, ചിന്തിക്കരുത്, പറയരുത്. മനുഷ്യത്വമാണ് മനുഷ്യൻ്റെ ജാതി. ഞാൻ പ്രതിഷ്ഠിച്ചത് ഈഴവ ശിവനെയാണ്, നാം പ്രതിഷ്ഠിച്ചത് നമ്മുടെ ശിവനെയാണ് എന്നാണ് ഗുരു പറഞ്ഞതെന്ന വാദവും നിലനിൽക്കുന്നുണ്ട്. മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം. മനുഷ്യനെ സംഘടന കൊണ്ട് ശക്തരാവുക, വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക. മദ്യം വിഷമാണ്, അതുണ്ടാക്കരുത്, കൊടുക്കരുത്, കുടിക്കരുത്. ഇനി ക്ഷേത്ര നിർമ്മാണമല്ല, വിദ്യാലയ നിർമ്മാണമാണ് ജനതയ്ക്ക് വേണ്ടത്. പ്രധാന ദേവാലയം വിദ്യാലയം തന്നെയാകണം. ഈ വചനത്തിന് പ്രചോദനമേകിയത് വാഗ്ഭടാനന്ദനാണ്. മനുഷ്യരുടെ വേഷം, ഭാഷ, മതം എന്നിവ വ്യത്യാസമാണെങ്കിലും അവരുടെ ജാതി ഒന്നായതുകൊണ്ട് അന്യോന്യം വിവാഹവും പന്തിഭോജനവും ചെയ്യുന്നതിൽ യാതൊരു ദോഷവുമില്ല. ചട്ടമ്പി സ്വാമികൾ മഹാസമാധി സമയത്ത് പ്രാപിച്ചപ്പോൾ ആദരമർപ്പിച്ചുകൊണ്ട് ശ്രീനാരായണ ഗുരു രചിച്ച കൃതിയാണ് സമാധി ശ്ലോകങ്ങൾ.
PSCയുടെ ഉത്തരം നവമഞ്ചരി എന്നാണ്. ശ്രീനാരായണ ഗുരു രചിച്ച നവമഞ്ചരി 9 സുബ്രഹ്മണ്യ സ്തോത്രങ്ങൾ അടങ്ങിയ ഒരു കൃതിയാണ്. 23 ഇന്ത്യൻ ഭാഷകളിലേക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി വിവർത്തനം ചെയ്ത കൃതിയാണ്. ബ്രഹ്മർഷി ശ്രീനാരായണ ഗുരു രചിച്ചത് T. ഭാസ്കരനാണ്. അടുത്തതായിട്ട് നമ്മൾ ബാങ്ക് സാമ്പത്തിക ശാസ്ത്രത്തിലെ ബാങ്കിനെ കുറിച്ചാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നിരുന്നത്. അതിൽ കറൻറ്റ് ഫാക്ട്സ് ആണ് കേട്ടോ. ഇനി നമ്മൾ അടുത്തതായിട്ട് നോക്കുന്നത് ബാങ്ക് അക്കൗണ്ട് വഴിയുള്ള ഓൺലൈൻ തട്ടിപ്പുകളെ കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിനായിട്ട് റിസർവ് ബാങ്ക് പുറത്തിറക്കിയ കാർട്ടൂൺ പുസ്തകമാണ് രാജു ആൻഡ് ദ 40 തീവ്സ്. ബാങ്ക് അക്കൗണ്ട് വഴിയുള്ള ഓൺലൈൻ തട്ടിപ്പുകളെ കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിനായിട്ട് റിസർവ് ബാങ്ക് പുറത്തിറക്കിയ കാർട്ടൂൺ പുസ്തകം ഏതാണെന്ന് ചോദിച്ചാൽ അത് രാജു ആൻഡ് ദ 40 തീവ്സ് ആണ്. കാഴ്ചപരിമിതിയുള്ളവർക്ക് കറൻസി നോട്ടുകളിലെ മൂല്യം തിരിച്ചറിയുന്നതിന് വേണ്ടി RBI ആരംഭിച്ച മൊബൈൽ ആപ്ലിക്കേഷനാണ് MANI മണി, മൊബൈൽ ഐഡഡ് നോട്ട് ഐഡൻറ്റിഫയർ. ഇന്ത്യയിലെ ഓരോ ബാങ്കുകളും RBI ഒരു കറൻറ്റ് അക്കൗണ്ട് നൽകുന്ന റിസർവ് ബാങ്കിൻ്റെ ഒരു കോർ ബാങ്കിംഗ് സംവിധാനമാണ് ഇ-ക്യൂബർ. ഈ സംവിധാനം കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും പ്രയോജനപ്പെടുത്താറുണ്ട്. RBIയുടെ സാമൂഹിക ബോധവൽക്കരണ പ്രചരണ പരിപാടികളുടെ ബ്രാൻഡ് അംബാസിഡറായി നിയമിതനായത് അമിതാഭ് ബച്ചനാണ് RBIയുടെ സാമൂഹിക ബോധവൽക്കരണ പരിചരണ പരിപാടികളുടെ ബ്രാൻഡ് അംബാസിഡറായി നിയമിതനായത്. ഇന്ത്യയിലെ ഡിജിറ്റൽ വൽക്കരണം വിലയിരുത്തുന്നതിനായി RBI തയ്യാറാക്കുന്ന സൂചികയാണ് ഡിജിറ്റൽ പേയ്മെൻറ്റ് ഇൻഡെക്സ്. ഡിജിറ്റൽ പണമിടപാട് സംബന്ധിച്ച എല്ലാ സംശയങ്ങളും പരിഹരിക്കുന്നതിനായി RBI പുറത്തിറക്കിയ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഹെൽപ്പ് ലൈനാണ് ഡിജിസാദി. ഫീച്ചർ ഫോണുകളിലൂടെ ഇൻ്റർനെറ്റ് ഇല്ലാതെ പണമിടപാട് നടത്തുവാനായി RBI പുറത്തിറക്കിയ സംവിധാനമാണ് UPI 123 പേ. 2022 ജനുവരിയിൽ രാജ്യത്ത് ഇൻ്റർനെറ്റ് ഇല്ലാതെ ചെറിയ തുകകൾ ഡിജിറ്റലായി കൈമാറുന്നതിന് റിസർവ് ബാങ്ക് പുറത്തിറക്കിയ മാർഗരേഖ ഫ്രെയിംവർക്ക് ഫോർ ഫെസിലിറ്റേറ്റിംഗ് സ്മാൾ വാല്യൂ ഡിജിറ്റൽ പേയ്മെൻറ്റ് ഇൻ ഓഫ്ലൈൻ മോഡ്. ഡിജിറ്റൽ പണമിടപാടുകളിലെ തട്ടിപ്പിനെക്കുറിച്ച് ജനങ്ങൾ ബോധവൽക്കരണം നൽകുന്നതിന് റിസർവ് ബാങ്ക് ആരംഭിച്ച ക്യാമ്പയിനിന് നേതൃത്വം നൽകുന്ന ഇന്ത്യൻ ഒളിമ്പിക് താരമാണ് നീരജ് ചോപ്ര. ചെക്ക് ഇടപാടുകളിൽ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നതിനും തട്ടിപ്പുകൾ തടയുന്നതിനുമായിട്ട് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആരംഭിച്ച പുതിയ സംവിധാനമാണ് പോസിറ്റീവ് പേ. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആരംഭിച്ച അഡ്വാൻസ് സൂപ്പർവൈസറി മോണിറ്ററിംഗ് സിസ്റ്റമാണ് ദാക്ഷ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആരംഭിച്ച അഡ്വാൻസ് സൂപ്പർവൈസറി മോണിറ്ററിംഗ് സിസ്റ്റമാണ് ദാക്ഷ്. റിസർവ് ബാങ്കിൻ്റെ പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനായി ആരംഭിച്ച സംവിധാനം ഉത്കർഷ് 2022. റിസർവ് ബാങ്കിൻ്റെ പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനായിട്ട് ആരംഭിച്ചത് ഉത്കർഷ് 2022. ഇനി റീജിയണൽ കോംപ്രിഹെൻസീവ് എക്കണോമിക് പാർട്ട്ണർഷിപ്പ് RCEP. ലോകത്തിലെ ഏറ്റവും വലിയ സ്വതന്ത്ര വ്യാപാര കൂട്ടായ്മ രൂപീകരിക്കുന്ന കരാറാണ് RCEP. കരാർ ഒപ്പുവെച്ചത് 2020 നവംബർ 15-നാണ്. കരാറിൽ ഏർപ്പെട്ട രാജ്യങ്ങൾ ആസിയാൻ രാജ്യങ്ങൾ ചൈന, ഓസ്ട്രേലിയ, ജപ്പാൻ, ന്യൂസിലാൻഡ്, ദക്ഷിണ കൊറിയ. സ്റ്റാൻഡിംഗ് ഡിപ്പോസിറ്റ് ഫെസിലിറ്റി SDF. RBIയുടെ മോണിറ്ററി പോളിസി 2022 രാജ്യത്തെ അധിക പണലഭ്യത കുറച്ചുകൊണ്ട് പണപ്പെരുപ്പം കുറയ്ക്കുന്നതിനായിട്ട് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ രൂപീകരിച്ച നയമാണ്. റിവേഴ്സ് റിപ്പോ പോലെ തന്നെ ബാങ്കുകളുടെ അധിക പണം RBIയിൽ എത്തിക്കാനുള്ള സംവിധാനമാണ്. ഇതിന് ഈടായി RBI ഒന്നും നൽകേണ്ടതില്ല. 3.75% പലിശ നിരക്കിലായിരിക്കും ബാങ്കുകളിൽ നിന്നും ഈ പണം RBI വാങ്ങുക. ബാങ്കുകളുടെ റിസർവ് ബാങ്ക് നൽകുന്ന പണത്തിൻ്റെ പലിശ നിരക്ക് റിപ്പോ 5%. ബാങ്കുകളിൽ നിന്നും റിസർവ് ബാങ്ക് സ്വീകരിക്കുന്ന മിച്ച പണത്തിൻ്റെ പലിശ നിരക്ക് റിവേഴ്സ് റിപ്പോ നിരക്കാണ്. 3.35%. ഇനി വാണിജ്യ ബാങ്കുകൾ നോക്കാം. ബാങ്കിംഗ് മേഖലയിലെ പഴക്കം ചെന്നതും ധാരാളം ശാഖകളുള്ളതുമായ സംവിധാനമാണ് വാണിജ്യ ബാങ്കുകൾ. രാജ്യത്തെ സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ പ്രധാന പങ്കുവഹിക്കുന്ന ഈ ബാങ്കുകൾ ജനങ്ങളിൽ നിന്നും നിക്ഷേപം സ്വീകരിക്കുകയും വാണിജ്യം, വ്യവസായം, കൃഷി തുടങ്ങിയവയ്ക്ക് വ്യവസായങ്ങൾക്ക് വിധേയമാക്കി വായ്പകൾ നൽകുകയും ചെയ്യുന്നു. പൊതുമേഖല വാണിജ്യ ബാങ്കുകളുടെ ഉടമസ്ഥത പൂർണ്ണമായും സർക്കാരിനാണ്. ഭാരതീയ സ്റ്റേറ്റ് ബാങ്കും ദേശസാൽകൃത ബാങ്കുകളും റീജിയണൽ റൂറൽ ബാങ്കുകളും ചേർന്നതാണ് പൊതുമേഖലാ വാണിജ്യ ബാങ്കുകൾ. സ്വകാര്യ വ്യക്തികളുടെ ഉടമസ്ഥതയിലുള്ള ബാങ്കാണ് സ്വകാര്യ ഇന്ത്യൻ വാണിജ്യ ബാങ്കുകളും സ്വകാര്യ വിദേശ വാണിജ്യ ബാങ്കുകളും.
ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആസ്ഥാനം വിദേശത്ത് പ്രവർത്തിക്കുന്നതുമായ ബാങ്കുകളാണ് സ്വകാര്യ വിദേശ വാണിജ്യ ബാങ്കുകൾ. സ്വകാര്യ വിദേശ വാണിജ്യ ബാങ്കുകൾ എന്ന് പറയുന്നത് ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളതും ആസ്ഥാനം വിദേശത്ത് പ്രവർത്തിക്കുന്നതുമായ ബാങ്കുകളാണ്. വാണിജ്യ ബാങ്കുകൾ പ്രധാന ധർമ്മം പൊതുജനങ്ങളിൽ നിന്നും നിക്ഷേപങ്ങൾ സ്വീകരിക്കുക. വാണിജ്യ ബാങ്കുകൾ സ്വീകരിക്കുന്ന നിക്ഷേപങ്ങൾ സമ്പാദ്യ നിക്ഷേപം, പ്രചലിത നിക്ഷേപം, സ്ഥിര നിക്ഷേപം, ആവർത്തിത നിക്ഷേപം. അപ്പോൾ സമ്പാദിത നിക്ഷേപം എന്ന് പറഞ്ഞാൽ പൊതുജനങ്ങൾക്ക് അവരുടെ സാമ്പത്തിക സമ്പാദ്യങ്ങൾ നിക്ഷേപിക്കാൻ സഹായിക്കുന്ന പദ്ധതിയാണ് സമ്പാദ്യ നിക്ഷേപം. പൊതുജനങ്ങൾക്ക് അവരുടെ സമ്പാദ്യങ്ങൾ നിക്ഷേപിക്കുവാൻ സഹായിക്കുന്ന പദ്ധതി. നിയന്ത്രണങ്ങൾക്ക് വിധേയമായി നിക്ഷേപകന് നിക്ഷേപത്തിൽ നിന്നും പണം പിൻവലിക്കാൻ അവസരം നൽകുന്ന നിക്ഷേപമാണ് സമ്പാദ്യ നിക്ഷേപം. പ്രചലിത നിക്ഷേപം എന്താണെന്ന് നോക്കാം. ഒരു ദിവസം തന്നെ ധാരാളം പ്രാവശ്യം പണം നിക്ഷേപിക്കുവാനും പിൻവലിക്കുവാനും സൗകര്യം നൽകുന്ന നിക്ഷേപമാണ് പ്രചലിത നിക്ഷേപം. ഇത്തരം നിക്ഷേപങ്ങൾക്ക് പലിശ ലഭിക്കുകയില്ല. പ്രചലിത നിക്ഷേപം കൂടുതലായി ഉപയോഗിക്കുന്നത് വ്യവസായികളും വ്യാപാരികളുമാണ്. സ്ഥിര നിക്ഷേപം വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും നിശ്ചിത കാലയളവിൽ പണം ബാങ്കിൽ നിക്ഷേപിക്കാൻ യോജിച്ചതാണ് സ്ഥിര നിക്ഷേപം. സ്ഥിര നിക്ഷേപകത്തിൻ്റെ പലിശ നിരക്ക് നിശ്ചയിക്കുന്ന നിക്ഷേപത്തിൻ്റെ കാലാവധി അടിസ്ഥാനമാക്കിയിട്ടാണ് ആവർത്തിത നിക്ഷേപം. ഒരു നിശ്ചിത തുക വീതം ഒരു പ്രത്യേക കാലയളവിലേക്ക് എല്ലാ മാസവും നിക്ഷേപിക്കുന്നതാണ് ആവർത്തിത നിക്ഷേപം. സമ്പാദ്യ നിക്ഷേപത്തേക്കാൾ കൂടിയ പലിശ നിരക്ക് ലഭിക്കുന്നതാണ് ആവർത്തിത നിക്ഷേപം. സ്ഥിര നിക്ഷേപത്തേക്കാൾ പലിശ നിരക്കിൽ കുറവായിരിക്കും. പൊതുജനങ്ങളിൽ നിന്നും നിക്ഷേപമായി സ്വീകരിക്കുന്ന തുകയാണ് ബാങ്ക് വായ്പയായി നൽകുന്നത്. വായ്പയുടെ പലിശ നിരക്ക് വ്യത്യാസം വരുന്നത് വായ്പാ കാലാവധി, വായ്പയുടെ ആവശ്യം എന്നിവയുടെ അടിസ്ഥാനത്തിലാണ്. വാണിജ്യ ബാങ്കുകൾ നൽകുന്ന വായ്പകൾ പണവായ്പ, ഓവർ ഡ്രാഫ്റ്റ്. ആസ്തികളുടെ ജാമ്യത്തിന്മേൽ ആവശ്യക്കാരായ വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും നൽകുന്ന വായ്പയാണ് പണവായ്പ. വാണിജ്യ ബാങ്കുകൾ വ്യക്തികൾക്ക് നൽകുന്ന ഒരു തരം വായ്പയാണ് ഓവർ ഡ്രാഫ്റ്റ്. വ്യക്തികളുടെ ബാങ്ക് അക്കൗണ്ടിലുള്ള തുകയേക്കാൾ കൂടുതൽ പണം പിൻവലിക്കുവാനുള്ള അവസരമാണ് ഓവർ ഡ്രാഫ്റ്റ്. ബാങ്കുകൾ ഓവർ ഡ്രാഫ്റ്റ് നൽകുന്നത് പ്രചലിത നിക്ഷേപമുള്ളവർക്കാണ്. ഇനി വായ്പകൾ നൽകാൻ ബാങ്ക് സ്വീകരിക്കുന്ന ഈടുകളാണ് ഭൗതിക ആസ്തികൾ, സ്വർണം, വസ്തുവിൻ്റെ ആധാരം മുതലായവ. സ്ഥിര നിക്ഷേപ പത്രങ്ങൾ, ശമ്പളപത്രം. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഇന്ത്യയിലെ ഏറ്റവും വലിയ വാണിജ്യ ബാങ്കാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പഴയ പേര് ഇമ്പീരിയർ ബാങ്ക് ഓഫ് ഇന്ത്യ എന്നാണ്. ഇമ്പീരിയർ ബാങ്ക് ഓഫ് ഇന്ത്യ നിലവിൽ വന്നത് 1921 ജനുവരി 27. ഇമ്പീരിയർ ബാങ്കിന് ആ പേര് നിർദ്ദേശിച്ചത് JM കെയ്ൻസ് ആണ്. ഇമ്പീരിയർ ബാങ്കിന് ആ പേര് നിർദ്ദേശിച്ചത് JM കെയ്ൻസ് ആണ്. ഇമ്പീരിയർ ബാങ്ക് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്നായത് 1955 ജൂലൈ 1 ഇന്ത്യയിലെ ആദ്യത്തെ ഒഴുകുന്ന ATM സ്ഥാപിതമായത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ 2004 കൊച്ചിക്കും വൈപ്പിനുമിടയിലാണ്. SBIയുടെ സ്ഥാപക ചെയർമാനായ മലയാളിയാണ് ജോൺ മത്തായി. ഡോക്ടർ ജോൺ മത്തായി ആണ് SBIയുടെ സ്ഥാപക ചെയർമാനായ മലയാളി. SBIയുടെ ആദ്യ വനിതാ ചെയർപേഴ്സൺ ആണ് അരുന്ധതി ഭട്ടാചാര്യ. SBIയുടെ ആദ്യ വനിതാ ചെയർപേഴ്സൺ അരുന്ധതി ഭട്ടാചാര്യയാണ്. SBIയുടെ നിലവിലെ ചെയർപേഴ്സൺ ദിനേശ് കുമാർ ഖാരെയാണ്. SBI ലയനം 5 അസോസിയേറ്റ് ബാങ്കുകളും ഭാരതീയ മഹിളാ ബാങ്കും SBIയിൽ ലയിപ്പിച്ചത് 2017 ഏപ്രിൽ 1 SBIയിൽ ലയിപ്പിച്ച ബാങ്കുകൾ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ബിക്കാനീർ ആൻഡ് ജയ്പൂർ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഹൈദരാബാദ്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് മൈസൂർ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂർ, ഭാരതീയ മഹിളാ ബാങ്ക്. ഇസ്രായേലിൽ ശാഖ തുടങ്ങിയ ആദ്യ ഇന്ത്യൻ ബാങ്കാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ ആദ്യ സാമ്പത്തിക സൂപ്പർ മാർക്കറ്റ് നിലവിൽ വന്ന നഗരം ജയ്പൂരാണ്. സ്ഥാപിച്ചത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ബിക്കാനീർ, ജയ്പൂരാണ്. മൊബൈൽ സാങ്കേതിക വിദ്യയിലൂടെ വീട്ടിൽ നിന്ന് ജോലികൾ ചെയ്യാനുള്ള സൗകര്യം ആരംഭിച്ച ബാങ്കാണ് SBI. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ശാഖകളുള്ള പൊതുമേഖലാ വാണിജ്യ ബാങ്കാണ് SBI. ചൈനയുടെ ദേശീയ നൂതന പേയ്മെൻറ്റ് സംവിധാനമായ ലിങ്ക് ചെയ്ത ആദ്യ ഇന്ത്യൻ ബാങ്ക് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. ഓസ്ട്രേലിയയിലെ വിക്ടോറിയയിൽ ബ്രാഞ്ച് ആരംഭിച്ച ആദ്യ ഇന്ത്യൻ ബാങ്കാണ് SBI. അപ്പോൾ